യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭക്തജനങ്ങളെ എന്ന് സംബോധന ചെയ്യണോ ബന്ധുജനങ്ങളെ എന്ന് സംബോധന ചെയ്യണോ എന്നുള്ള സംശയം. രണ്ടും ആവട്ടെ അല്ലേ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ വിക്രമൻ ഇളയത്, അദ്ദേഹത്തിന് എൻ്റെ അമ്മാമൻ്റെ ഒരു സ്ഥാനം കൂടി ഉണ്ട്. ഞാൻ എൻ്റെ ഏട്ടനായിട്ട് കരുതുന്നത് വിക്രമേട്ടനെ മാത്രമാണ്. അവിടുന്ന് മുകൾക്കുള്ളവരൊക്കെ എൻ്റെ പ്രായക്കാരും എൻ്റെ താഴെയുള്ളവരും ആയതുകൊണ്ട് പേരെ വിളിക്കാറുള്ളൂ. ഈ സുദിനത്തിൽ എൻ്റെ ഇല്ലത്തെ എൻ്റെ പൂർവികരെയും അതുപോലെ തന്നെ എൻ്റെ അമ്മാത്തെ പൂർവികരെയും സ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിക്രമേട്ടൻ സംസാരിച്ചത്. വലിയൊരു സത്സംഗം നടന്നിരുന്ന ഒരു ഇല്ലമാണ് കല്ലൂർ പുതുമന ഇല്ലം. പ്രഗത്ഭരായ ഒരുപാട് സംസ്കൃത പണ്ഡിതന്മാർ ഇവിടെ വന്ന് അവർ പരസ്പരം നാരായണീയത്തിലും കൃഷ്ണനാട്ടത്തിലും ഭാഗവതത്തിലും അതുപോലെ ആധ്യാത്മികമായുള്ള മറ്റു വിഷയങ്ങളിലൊക്കെ ധാരാളം ചർച്ചകൾ നടന്ന ഒരു ഇല്ലമാണ് കല്ലൂർ പുതുമന ഇല്ലം. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ വലിയ അവകാശികളാണെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. വലിയൊരു പൈതൃകത്തിൻ്റെ അവകാശികളാണ്. നമ്മളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ പൂർവികന്മാർ ചെയ്ത ആ ധനം ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളതിൻ്റെ അവകാശികളാണ്. ഈ പ്രേംജി എന്ന ഭട്ടതിരിപ്പാട് സിനിമാ നടൻ അദ്ദേഹം പറയും, ഒട്ടാണ്ടൻ അച്ഛൻ അത്യാദരമൊടു തവ തൃക്കോവിലിൽ ശാന്തി ചെയ്തു, മുട്ടാതന്നമ്മ ഭക്രിയ തൊഴുതു നടയിൽ നിന്ന് അങ്ങയെ തിങ്കൾ തോറും, കിട്ടാൻ പാടില്ലയോ തൽ സുഹൃതധനമെനിക്ക് അല്പവും, ഭ്രഷ്ടനാക്കപ്പെട്ടാലും പുത്രനില്ലേ പിതൃജന മുതലിൻ പിന്തുടർച്ചാവകാശം. ഇതിൻ്റെ അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ് അല്ലേ. നമുക്കൊരു പിന്തുടർച്ചാവകാശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ ഒരു തരത്തിൽ വേറെ തരത്തിൽ ഭ്രഷ്ടരാക്കപ്പെട്ടവരാണ്. കാരണം എന്താ, കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ആധ്യാത്മികമായോ ഭക്തിയുടെ മാർഗത്തിലൊക്കെ അതിൻ്റെ ശാസ്ത്രം നിർവചിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയൊന്നും ചെയ്യണില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള ഭംഗങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടാവും. ബോധപൂർവമാവില്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മൾ അതിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അതിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ സുഹൃതവിശേഷം കൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പം ആ സുഹൃതം ധാരാളം നമുക്കുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇന്ന് ഇത്രയും വലിയ ഈ ക്ഷേത്രമൊക്കെ എങ്ങനെയാണ് കുറച്ച് കാലം മുമ്പ് കിടന്നിരുന്നത് നമുക്കറിയാം. ഇത് വലിയൊരു ആധ്യാത്മിക സങ്കേതമായിട്ട് പുതുമന ഇല്ലത്തെ തന്നെ പ്രത്യേകിച്ചും വേണുവിൻ്റെയും വിക്രമേട്ടൻ്റെയും അതുപോലെ മറ്റുള്ള ശ്രീവത്സനെ പോലെയൊക്കെയുള്ള മുരളിയെ പോലെയൊക്കെയുള്ള ആളുകൾ, ഇവിടെ കല്ലൂരിൽ നിന്ന് കാരണവന്മാരായിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും നിഷ്കർഷിച്ച് ഒരു നല്ല ശ്രദ്ധയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണല്ലോ ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ വെളിപ്പറമ്പിൽ ഇവിടെ വന്നിട്ട് നമ്മളൊരു ഭാഗവത സപ്താഹം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? പണ്ട് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്തെല്ലാം മാറ്റം വന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധയോട് ചെയ്യുമ്പോൾ തന്നെ വലിയ വലിയ ഫലങ്ങളുണ്ടാവും നമുക്ക്. അപ്പോൾ വലിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോട് കൂടി ചെയ്താലോ പിന്നെ പറയാനുണ്ടോ? അതിൻ്റെ ഫലം ചെറുതായിരിക്കില്ല. ഇത് തന്നെ അതിന് ഉദാഹരണമാണ്. അങ്ങനെ ഇതൊരു വലിയ ഈശ്വര സങ്കേതമായി, ദേവസങ്കേതമായി, ചൈതന്യത്തിൻ്റെ ഒരു സ്ഥാനമായി ഇവിടെ മാറുകയാണ്. ഓരോ സപ്താഹം കഴിയുമ്പോഴും ഇവിടെ ഒരു വലിയ സങ്കേതമായിട്ട് ഇത് മാറുകയാണ്.
ഇങ്ങനെ കുറേ സപ്താഹങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഗുരുവായൂരും തിരുപ്പതിയും ഇതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ നാട്ടുകാരറിയാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നല്ല ചര്യകളിൽ കൂടിയാണ് ഒരു പ്രദേശം അറിയപ്പെടുക, അതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന പ്രവർത്തകന്മാരായിട്ടുള്ള ഇല്ലത്തെ ആളുകളെ അറിയുക, അവരെ പിന്നീട് സ്മരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുക, വേണ്ട പോലെ സ്മരിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മുടെ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവുക. ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ സപ്താഹം നടത്തുന്നത് ഏതാലോചിച്ചാലും മധുരമല്ലാത്തത് എന്ന് ചോദിച്ചാൽ എല്ലാം മധുരമാണ്. സപ്താഹം നടത്തുന്ന എൻ്റെ അമ്മാത്ത്, സപ്താഹം നടത്തുന്ന എൻ്റെ അനുജൻ എന്നൊന്നും ഇപ്പം ഞാൻ പറയാറില്ല. കാരണം ആധ്യാത്മിക ആചാര്യന്മാരായിട്ട് മാറിക്കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും ആചാര്യന്മാരാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഭാഗവത സപ്താഹത്തിൻ്റെ മള്ളിയൂർ നമ്പൂരിപ്പാടിൻ്റെ നേരെ ശിഷ്യനായിരുന്നു. എല്ലാ മാസവും ഏട്ടൻ്റെ സപ്താഹം അവിടെ മള്ളിയൂർ ഗണപതിന് മുമ്പിലുണ്ട്. അത് ഏട്ടൻ വായിച്ചാലേ ഗുരുനാഥന് തൃപ്തിയാവുള്ളൂ. അദ്ദേഹം അവിടെ ഇല്ലത്ത് കിടന്ന് കേൾക്കും. അത്ര അടുത്താണല്ലോ ക്ഷേത്രവും മള്ളിയൂരില്ലോ. രണ്ടാമത്തെ ഏട്ടൻ ഇത് നാരായണൻ ഇളയതെന്ന് പറയുന്ന ആൾ, അദ്ദേഹവും നാരായണൻ ബോംബെയിൽ, കേരളത്തിലും ഇവിടെയൊക്കെ ബദ്രിനാഥിലൊക്കെ സപ്താഹം നിർത്തിയ ആളാണ്. അതുപോലെ എൻ്റെ അനുജൻ ഇപ്പോൾ ഇവിടെ സപ്താഹം എന്ന ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ഒരുപാട് സപ്താഹങ്ങൾ നടത്തി. അത് ഭാഗവതത്തിൽ മാത്രമല്ല, നവാഹമായിട്ട് ദേവി ഭാഗവതവും അതുപോലെ തന്നെ കൃഷ്ണനാട്ടത്തിൻ്റെ സപ്താഹവും ഇങ്ങനെ പലതും, വൈഷ്ണവവും ശൈവവും ശാക്തമൊക്കെ ആയിട്ടുള്ള പലതും നടത്തി പരിചയമുള്ള ആളാണ്. അതിൻ്റെ ആ ഒരു ഭാഗ്യത്തിൻ്റെ അവർ ചെയ്ത സുഹൃത്തത്തിൻ്റെ ഒരു ഫലം എനിക്കും കിട്ടുമല്ലോ. അതുകൊണ്ടായിരിക്കാം എന്നോട് വേണു ഇവിടെ വരണമെന്ന് പറഞ്ഞതും 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതും. ഇന്ന് സംസാരിക്കേണ്ടത്, എനിക്ക് സ്മരിക്കുമ്പോൾ ഇവിടെ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആദ്യം എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് എൻ്റെ രണ്ടാമത്തെ അമ്മാവനായ പുരുഷോത്തമനിളയതാണ്. ഇവിടെ ഇരിക്കുന്ന ശ്രീവത്സൻ്റെ അച്ഛൻ നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു, ഭാഷാധ്യാപകനായിരുന്നു, നാരായണീയം ഭാഗവതം മുതലിലേക്ക് വലിയ വലിയ ശ്രദ്ധയുള്ള ആളായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പ്രിയ ശിഷ്യനുമായിരുന്നു. എൻ്റെ ഇല്ലത്ത് താമസിച്ചാണ് 7 കൊല്ലം പാവർട്ടി സംസ്കൃത കോളേജിൽ അദ്ദേഹം ഡിഗ്രിയും പോസ്റ്റ് ഡിഗ്രിയൊക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഏത് വഴിക്ക് നോക്കിയാലും ഒക്കെ വലിയ ആത്മബന്ധമുള്ള വിഷയങ്ങളാണ്. വേറെ എവിടെയോ ക്ഷേത്രത്തിൽ ചെന്ന് സംസാരിക്കുന്ന പോലെ അല്ലാതാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. ഇവിടെ വരുമ്പോഴേ വലിയൊരു വ്യത്യസ്തമായ അനുഭവമാണുള്ളത്. അപ്പോൾ ഇവിടെ സ്മരിച്ച ഈ പിന്നെ ഇവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇവിടെ വലിയ ഭാഗവത ചർച്ചകൾ, ആധ്യാത്മിക ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിന് മുൻകൈ എടുത്തിരുന്ന ഒന്ന് എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഇവിടെ വന്നാൽ ഒരാഴ്ചയൊക്കെ, ആദ്യകാലത്തൊക്കെ വേളി കഴിഞ്ഞുള്ള കാലത്ത് ഇവിടെ വന്നാൽ ഒരു മാസമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂടി, പിന്നെ മരുമക്കളും ആളുകളൊക്കെ ഉണ്ട്. വിദ്വാനേട്ടൻ എന്ന് നമ്മൾ വളരെ ആദരവോടുകൂടി വിളിക്കുന്ന ചേടപ്പുറത്ത് കൃഷ്ണനിളയത് അവർകൾ, അദ്ദേഹം നാരായണീയത്തിൻ്റെ വനമാല വ്യാഖ്യാതാക്കളിൽ വളരെ ശ്രദ്ധേയനായ ആളാണ്. 4 പേരിൽ അദ്ദേഹവും ഉണ്ടാവും. അപ്പോൾ വലിയ സദസ്സുകളാണ് നടക്കുക. അപ്പോൾ അന്തർജനങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ചുറ്റും കൂടും ഈ ചർച്ച കേൾക്കാൻ. അതിൽ സാഹിത്യത്തിന് നല്ല രസകരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും, സംഗീതത്തിൻ്റെ വിഷയങ്ങളുണ്ടാവും, ആധ്യാത്മികമായിട്ടുള്ള ഭക്തിയുടെ പരിവേഷങ്ങളുണ്ടാവും, സ്തോത്രങ്ങളെക്കുറിച്ചുണ്ടാവും. ഇതൊക്കെ ചർച്ച നടക്കും. ഞങ്ങളൊക്കെ അന്ന് അമ്മാത്ത് വന്ന കുട്ടികൾ ഞങ്ങളെല്ലാവരും ചുറ്റും കൂടി, ഇവർ പറയണതൊന്നും മുഴുവൻ ഗ്രഹിക്കാനുള്ള ബുദ്ധിയൊന്നും ആയിട്ടില്ല, ചെറിയ കുട്ടികളാണ് നമ്മളൊക്കെ. പക്ഷേ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊന്നും ഉള്ളിൽ കയറിയിട്ടുണ്ട്, ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മുരളിയൊക്കെ ഇപ്പം സ്മരിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ
പണ്ഡിതന്മാർ ഇവിടെ ഈ ഇല്ലത്തെ ആളുകൾ മാത്രമല്ല, പുറമേ നിന്ന് വരുന്ന വലിയ ആളുകൾ, എത്രയോ ആളുകൾ ഇവിടെ വന്നാൽ, കല്ലൂർ പുതുമന തിരുവോണം കാലഴിച്ചൂട്ട് എന്നാണ് പറയുക. അന്ന് ഇവിടെ വന്നാൽ അമ്മാത്ത് വന്നാൽ മരുമക്കൾക്ക് ആർക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഇല്ലത്തേക്ക് പോകാൻ ഒട്ടും ആഗ്രഹം ഉണ്ടാവില്ല. ഇല്ലത്തെ ശാസനയും ചീത്തയൊക്കെ ഉണ്ടാവും, അടി ഉണ്ടാവും, ബഹളം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അമ്മാത്ത് വന്നതൊന്നുമില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം. അതാണ് അമ്മാത്ത് പോയി ചേനൊപ്പേരി ഭുജിച്ച് ചെണ്ട വിരവിൽ കൊട്ടിക്കളിച്ചിടണം എന്ന് ഒരു കവി ഒരു കുട്ടിയുടെ മാനസിക ഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മാത്ത് പോയി ചേനൊപ്പേരി ഭുജിച്ച് ചെണ്ട വിരവിൽ കൊട്ടിക്കളിച്ചിടണം എന്നാണ്. അമ്മാത്ത് പോയ ഒരു സ്വാതന്ത്ര്യമാണ്, ആരും ചീത്ത പറയില്ല. അവർ വെക്കേഷന് കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അവരെയൊന്നും ആരും കാരണവന്മാർ ചീത്ത പറയില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഒരുപാട് പ്രഗത്ഭ പണ്ഡിതന്മാരുടെ ഭക്തന്മാർ ഭാഗവതവും നാരായണീയവും ഒക്കെ തർജ്ജമ ചെയ്ത സാധാരണക്കാരായ നമ്മൾക്കൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്ന ആളുകൾ ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ പോരാ, അവർ ആചാര്യപ്രവരന്മാരാണ്. അങ്ങനെയുള്ളവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് ഇവിടെയുള്ളതായിരിക്കുന്ന കാരണവരായിരുന്ന എൻ്റെ അമ്മാവൻ പുരുഷോത്തമനിളയെന്ന് വരെ ആളുകൾ. ഇതൊക്കെ കുട്ടികൾക്ക് അറിയണ്ടാവില്ല ഈ കഥകൾ. മുതിർന്നവരും പലതും മറന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പലതും ഓർമ്മ വന്നിട്ടുണ്ടാവും പലർക്കും. കല്ലൂരുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുള്ള, പുതുവന ഇല്ലത്ത് പലതരത്തിൽ ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പഴയ കഥകളൊക്കെ, അതാണ് തിരുവോണം കാലഴിച്ചൂട്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിനാണ് കാലഴിച്ചൂട്ടിന് വന്നാൽ മരുമക്കളും ബന്ധുക്കളൊക്കെ വന്നാൽ ഒരു മാസമാണ് ഇവിടെ താമസിക്കുക. അങ്ങനെ ഒരു വലിയ വൈഭവമുള്ള ഒരു കാലം നമുക്ക് എന്നും ഓർത്ത് സന്തോഷിക്കാനുള്ളതായിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ വെറും ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നതൊന്നുമല്ല, ബന്ധുജനങ്ങളുമായിട്ട് ഇടപഴകി സുഖമായിട്ട് കുറേ കാലം ജീവിക്കുക. ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ പരമാത്മാവ്, അദ്ദേഹം തത്വജ്ഞാനിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തൊരു ജീവിതത്തിനോടും ലോകത്തിനോടും ഒന്നിനോടും ബന്ധമുള്ള ആളല്ല, തികച്ചും ഡിറ്റാച്ചഡാണ്. അദ്ദേഹത്തിന് പോലും കുന്തിയുടെ അടുത്ത് പോകാൻ അച്ചമ്മങ്ങളാണേ, അവിടെ വന്നാൽ നല്ല സ്വാതന്ത്ര്യമാണ്. അപ്പം അതുകൊണ്ട് പാണ്ഡവന്മാരുടെ അടുത്ത് പോകാൻ ഒരു താല്പര്യമില്ല. അവസാനം ഇദ്ദേഹം ഒന്നും പോവാത്ത എന്താണെന്ന് ആളുകൾ ചോദിക്കുന്നവരെ അവിടെ നിന്നു. യുദ്ധം കഴിഞ്ഞിട്ടുള്ള കഥയാണ് ഭാഗവതത്തിൽ. മനോഹരമായിട്ട് വ്യാസഭഗവാൻ അത് വർണ്ണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. ഇന്ന് ഇവിടെ എന്നോട് സംസാരിക്കണം എന്ന് വേണു ആവശ്യപ്പെട്ടിട്ടുള്ളത് തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തെക്കുറിച്ചാണ്. അതൊരു സാഗരമാണ്. കേൾക്കുമ്പോൾ 3 അക്ഷരയിലുള്ളൂ. തത്, ത്വം, അസി. 3 ചെറിയ വാക്കുകളേ ഉള്ളൂ. പക്ഷെ ഈ 3 ചെറുതാണെങ്കിലും ചീനമുളകൊക്കെ ഉണ്ടല്ലോ, അത് കടിച്ചാൽ അടിമുടി എരി അല്ലേ? അതിൻ്റെ വികാരം, അതിൻ്റെ അനുഭവം നന്ന ചെറുതാണെങ്കിലും വളരെ വലുതാണ്. അതുപോലെയാണ് തത്വമസി മഹാവാക്യം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതോ അതിന് സമഗ്രമായി വ്യാഖ്യാനിക്കുക എന്നുള്ളതോ ശങ്കരാചാര്യ പോലും വിചാരിച്ചിട്ട് മുഴുവൻ നടന്നിട്ടില്ല എന്നാണ് ശങ്കരാചാര്യ പറയണത്. ശങ്കര ഭഗവത്പാദർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ബാക്കി ആർക്കാ സാധിക്കുക? തത്വമസി എന്ന് നമ്മളൊക്കെ പരക്കെ കേൾക്കണ ഒരു മഹാവാക്യമാണ്. ശബരിമല അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ എഴുതിയിട്ടുള്ള അതാണെന്ന് ഇപ്പോൾ വലിയ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് എല്ലാവരും കാണണം കേൾക്കണമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം എനിക്ക് കുറിച്ച് തന്നത്, ഞാൻ അതിനെ ക്ഷമാപണം ചോദിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ കൂട്ടത്തിൽ സ്മരിച്ചു, പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു ആധ്യാത്മിക പുരുഷനും കൂടിയായിരുന്നു. ജപ്പാൻ മുത്തപ്പൻ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന അജിരാനന്ദ സ്വാമികൾ. അദ്ദേഹം ഈ തത്വജ്ഞാനത്തിന് ഒരു സ്വഭാവമുണ്ട്. അത്
ലൗകികമായി വ്യാഖ്യാനിച്ചാൽ പൂർണ്ണമായും ലൗകികമാണ്. അലൗകികമായിട്ട് വ്യാഖ്യാനിച്ചാലോ അത് അലൗകികമാണ്, പൂർണ്ണമായ അലൗകികമാണ്. അതെങ്ങനെ നിങ്ങളതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നു എന്നുള്ളത് പ്രപഞ്ച ജീവിതത്തിന് ഏതാണ് എങ്ങനെയാണ് അത് നന്നായി വ്യാഖ്യാനിക്കേണ്ടത് വെച്ചാൽ ആ ലോകഹിതമനുസരിച്ച് ചെയ്യുക. അത് ചെയ്ത ആളാണ് ഈ ജപ്പാൻ മുത്തശ്ശൻ. അദ്ദേഹം ഇവിടെ ആദൂര് അവസാന കാലഘട്ടം ആദൂര് വന്ന് വലിയ പണ്ഡിതനായിട്ട് ജപ്പാനിൽ പോയിട്ടാണ് PhD ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ എന്താ പറയുക ഗാലക്സി ഓഫ് സ്കോളേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ നിര പരിശോധിച്ചാൽ അതിൽ വളരെ ശ്രദ്ധേയനായ അദ്ദേഹത്തിനെയും ഞാനിവിടെ സ്മരിക്കുന്നു, അദ്ദേഹത്തിനെ നമസ്കരിക്കുന്നു. ഇവിടെ തത്വമസി മഹാവാക്യത്തിൻ്റെ ഈ അനവധി ആളുകൾ കേമന്മാരുണ്ടാവുമ്പോഴേ നമ്മൾ പേര് പറഞ്ഞാലൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ ചിലരെ വിട്ടുപോകും. അനവധി ആളുണ്ടാവും, എല്ലാം ഓർക്കില്ല നമ്മൾ. അതുകൊണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയാൻ നല്ലത്. അത് അങ്ങനെ വിട്ടുപോയതാണ് ഇത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. തത്വമസി മഹാവാക്യം, അതിനെ മഹാവാക്യം എന്നാണ് പറഞ്ഞത്. ഇത്ര ചെറിയ വാക്യത്തിന് നമ്മൾ ഡെയിലി സംസാരിക്കുന്ന വാക്യങ്ങളിലൊക്കെ ഓരോന്നും ഓരോ കിലോമീറ്റർ നീളമുണ്ട് അല്ലേ? നാവിന് നല്ല നീളമുള്ള ആളാന്ന് പറയും, സംസാരിച്ചാൽ നിർത്തില്ല. ഓരോ സെൻറ്റൻസുകൾ ഇങ്ങനെ നീണ്ടു പോവും. ഇപ്പോൾ വലിയ വലിയ വാക്യങ്ങൾ, മഹാവാക്യങ്ങൾ പറയണവരാണ് നമ്മളൊക്കെ. പക്ഷെ ശരിയായ മഹാവാക്യം നമ്മളാരും പറയാറില്ല. ശരിയായ മഹാവാക്യം ഏറ്റവും ചെറുതാണ്. ഏറ്റവും ചെറുതായിട്ടുള്ളത് അണോരണീയാൻ മഹതോ മഹീയാൻ ഉപനിഷത്ത് പറയണതാണ്. ചെറുതിൽ വെച്ച് ഏറ്റവും ചെറുതാണ്, വലുതിൽ വെച്ച് ഏറ്റവും വലുത്. അതിനെക്കുറിച്ചാണ്, ആത്മാവിനെ കുറിച്ചാണ് ഈ പറയണത്. ആത്മാവ് നമുക്കിപ്പോൾ കാണാനുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് അണോരണീയാനാണ്. അണുവിൽ വെച്ച് അണുവാണ്, ചെറുതിൽ വെച്ച് ചെറുതാണ്. എന്നാൽ അതുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ ഇത്രയും വലിയ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുള്ളത് കൊണ്ടല്ലേ. അപ്പം അത് എത്ര വലിയ മഹത്താണ്. അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, അതുണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അത് മഹത്തുക്കളിൽ വെച്ച് ഏറ്റവും മഹത്വമാണ്. ഉപനിഷത്ത് ആത്മശാസ്ത്രമാണ്. ഉപനിഷത്തുകൾ ആത്മാവിനെക്കുറിച്ച്, എന്താ ആത്മാവും ഈ പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം? പ്രപഞ്ചമൊക്കെ നശിക്കും, നശിക്കാത്തതൊന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. സത്യവും നിത്യവും ആയിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. അതിനെ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കാം, മഹാദേവൻ എന്ന് വിളിക്കാം, ശക്തി എന്ന് വിളിക്കാം, പാർവതിയെന്നോ ദുർഗയെന്നോ അന്നപൂർണയെന്നോ ഒക്കെ വിളിക്കാം. ഏത് തരത്തിൽ വിളിച്ചാലും അതൊക്കെ പേരുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളത്തിന് വെള്ളം എന്ന് പറയും, ജലം എന്ന് പറയും, പാനി എന്ന് പറയും, വാട്ടർ എന്ന് പറയും, പലതും പറയില്ലേ. പല ഭാഷകളിലും പല മാധ്യമങ്ങളിലും പല രൂപത്തിൽ നമ്മൾ പറയും. രൂപങ്ങളും നാമങ്ങളും ഇതൊക്കെ വിഭിന്നാണെങ്കിലും ഒന്നേ ഉള്ളൂ തത്വം. അതുപോലെയാണ് ഈ പ്രപഞ്ച സത്യമായിട്ടുള്ള ആത്മാവിൻ്റെ തത്വം. അപ്പോൾ ആത്മാവ് രണ്ടുണ്ടോ? ഈ ചർച്ചയൊക്കെ അനാദികാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇവയെ മഹാവാക്യങ്ങൾ എന്ന് പറയുന്ന 4 മഹാവാക്യങ്ങളാണുള്ളത്. അതിലാദ്യത്തേത് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതാണ്. പ്രജ്ഞാനം, ഇതൊക്കെ 2-3 അക്ഷരങ്ങളേ ഉള്ളൂ, പദങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് ഇനി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഋഗ്വേദത്തിലുള്ള വലിയ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. അതിൻ്റെ വ്യാഖ്യാനമാണ് ഋഗ്വേദം മുഴുവൻ. ഋഗ്വേദം വലിയൊരു വേദമാണ്. അതിൽ എത്രയോ മന്ത്രങ്ങളുണ്ട്, 14,000 മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഏതിനെയാണ്? പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യത്തെയാണ്. അതുപോലെ രണ്ടാമത്തേത് അഹം ബ്രഹ്മാസ്മി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് രണ്ടാമത്തെ മഹാവാക്യമാണ്. ആ മഹാവാക്യം യജുർവേദത്തിൻ്റെ മഹാവാക്യമാണ്. യജുർവേദത്തിലെ പറയപ്പെടുന്ന
സമസ്ത വിധിനിഷേധാത്മകമായ തത്വങ്ങളെയും വ്യാഖ്യാനിക്കുന്ന, സരളമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി. പിന്നെ മൂന്നാമത്തെ ഒരു മഹാവാക്യമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് പറയുന്ന തത്വമസി എന്ന് പറയുന്നത്. അത് സാമവേദത്തിൽ നിന്നാണ് വരുന്നത്. 4 വേദങ്ങളെ പ്രതിനിധീകരിച്ചാണ് 4 മഹാവാക്യങ്ങൾ. ഋഗ്വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തിലെ അഹം ബ്രഹ്മാസ്മി, സാമവേദത്തിലെ ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന തത്വമസി, അത് കഴിഞ്ഞാൽ അഥർവവേദത്തിലെ അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവാണ് ബ്രഹ്മം. ഇതിനെ ഓരോന്നിനെ കുറിച്ചും നമ്മൾ പറയാൻ നോക്കാം. തത്വമസിയെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം. അപ്പോൾ ഇങ്ങനെ 4 മഹാവാക്യങ്ങൾ 4 വേദങ്ങളിലെ വാക്യങ്ങളാണ്. ആ വേദത്തിൻ്റെ അർത്ഥത്തെ മുഴുവൻ സാർത്ഥീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സനാഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ അർത്ഥത്തെ അന്വിതമാക്കുന്നത് ഈ മഹാവാക്യങ്ങളാണ്. അത് ഏത് വേദത്തിലെ മഹാവാക്യമായാലും അങ്ങനെയാണ്. അങ്ങനെ ഈ 4 മഹാവാക്യങ്ങളുടെ ചർച്ചയാണ് വാസ്തവത്തിൽ ഉപനിഷത്തുകളിൽ മുഴുവൻ നടക്കുന്നത്. ഈ വേദവും ഉപനിഷത്തും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഉപനിഷത്തിനെ ശങ്കരാചാര്യർ പറയുമ്പോൾ യഥാശ്രുതി എന്നാണ് പറയുക. ആ ശ്രുതി പോലെ ഉപനിഷത്തിനെ ശ്രുതി എന്നാണ് പറയുന്നത്. ശ്രുതിച്ച വേദമാണ്. അപ്പോൾ ഉപനിഷത്തിനെ ശ്രുതി എന്നാണ് വിളിക്കുന്നത്, വേദം തന്നെയാണ് വിളിക്കുന്നത് ശങ്കരാചാര്യർ. അവിടെ വേദത്തിൻ്റെ ഒരു ഭാഗമാണ് ഉപനിഷത്ത്. വേദം എന്ന് പറയുന്ന വലിയ ഒരു സാഹിത്യ പ്രപഞ്ചം, ആധ്യാത്മിക സാഹിത്യത്തിൻ്റെ ആധ്യാത്മിക വിഷയം മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു വലിയ ആശയപ്രപഞ്ചമാണ് വേദസാഹിത്യം എന്ന് പറയുന്നത്. നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഹിന്ദുക്കളെന്നില്ല, പ്രപഞ്ചരാശി, ഈ പ്രപഞ്ചത്തിൽ ഏത് തരത്തിൽ ഏത് വിശ്വസിക്കുന്ന ആളുകളെയും അവരുടെയൊക്കെ ജീവിത സത്യത്തെ കൃത്യമായി ചർച്ച ചെയ്ത് അനാവരണം ചെയ്ത് സാമാന്യ ജനങ്ങൾക്ക് അവർക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കുന്നത് എന്താണോ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഊണ് കഴിക്കലാണോ? കാപ്പി കഴിക്കലാണോ? ഒരു വിവാഹം കഴിക്കലാണോ? ഒന്നുമല്ല. ഇതൊക്കെ വേണം. ഇതൊക്കെ അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ദിക്കിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ പോകുന്ന ദൂരത്തിൽ ഓട്ടോറിക്ഷ വരെ പോകും, ഓട്ടോറിക്ഷ പോകും. അത് കഴിഞ്ഞാൽ കാറ് പോകണമെങ്കിൽ കാറിൽ പോകും. ചിലത് കാറിൽ പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകണമെങ്കിൽ കാറിൽ പോകാൻ പറ്റുമോ? ഇല്ല, അനുവദനീയമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലെയിനിൽ പോകും, അല്ല ട്രെയിനിൽ പോകണമെങ്കിൽ ട്രെയിനിൽ പോകും. ഇങ്ങനെ പല മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഇതിലെത്തുന്നത്. ആ മാധ്യമങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോ ജീവനും ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ യാത്ര തുടങ്ങി. ആ യാത്ര മരണാന്തമാണ്. ആ മരണാന്തം നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിൽ അതിനുള്ളിൽ നമ്മൾ ലക്ഷ്യം പ്രാപിക്കണം. അതിനെന്ത് വേണം? ശരിയായ ദിക്കിലേക്ക് പോണ പ്ലെയിനിൽ കയറണം. അമേരിക്കയ്ക്ക് പോകേണ്ട ആൾ ഇംഗ്ലണ്ടിലേക്കുള്ള പ്ലെയിനിൽ കയറിയിട്ട് കാര്യമുണ്ടോ? കോഴിക്കോട്ടേക്ക് പോകേണ്ട ആൾ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറിയിട്ട് കാര്യമുണ്ടോ? ലക്ഷ്യം ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ആ ലക്ഷ്യത്താനുള്ള പല പടികളുണ്ട്. ആ പടികൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുത്താൽ വേറെ ഒരു പ്രത്യയ ശാസ്ത്രവും ഇല്ല, വേറെ ഒരു വിശ്വാസ ശാസ്ത്രവും ഇല്ല, ഒരു മതവും ഇല്ല. അത് നമ്മുടെ ഹിന്ദുമതമാണ്, അതിൻ്റെ മേന്മതാണ്. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളൊന്നും മോശമാണെന്നൊന്നുമല്ല അർത്ഥം. അതിനൊക്കെ അതിൻ്റേതായുള്ള ഗരിമകൾ ഓരോന്നിനും ഉണ്ട്. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് എത്താനുള്ള ഈ പരമമായ ലക്ഷ്യം എന്താണ്? തത്വജ്ഞാനമാണ്, മോക്ഷമാണ്. എന്താ ഈ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഞാനും ഈശ്വരനും തമ്മിൽ യാതൊരു ഭേദവും ഇല്ല എന്ന് മനസ്സിലാക്കലാണ്. വേറെ യാതൊന്നുമില്ല. ഞാനും ഈശ്വരനും ഒന്നാണ്, ഒരു തത്വമാണ് എന്ന് മനസ്സിലാക്കലാണ്. ഇത് മനസ്സിലായാൽ, ഈ ജ്ഞാനം ഉണ്ടായാൽ, അതിനെയാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് പരമമായ ജ്ഞാനം.
ബാക്കി ലോകത്തിൽ നമ്മൾ മെഡിസിന് പഠിക്കണു, എൻജിനീയറിങ്ങിന് പഠിക്കണു, ഇല്ലേ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് പഠിക്കണു, ഇങ്ങനെ പലതിനും നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മളൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഇതൊക്കെ വിദ്യ തന്നെയാണ്, ജ്ഞാനം തന്നെയാണ്. പക്ഷേ ഈ ജ്ഞാനങ്ങളെയൊക്കെ അവരാന്നാണ് ഉപനിഷത്ത് പറയുക. അവരാ എന്ന് പറഞ്ഞാൽ അത്ര ഉത്കൃഷ്ടമല്ലാത്തത് എന്നാണ്. നികൃഷ്ടം എന്നർത്ഥമില്ല, അത്ര ഉത്കൃഷ്ടമല്ലാത്തത്. എത്ര ഉത്കൃഷ്ടമല്ലാത്തത്? തത്വജ്ഞാനത്തിനെ പോലെ ഉത്കൃഷ്ടമല്ല. തത്വജ്ഞാനാണ് ശരിയായ ജ്ഞാനം. അതിനെ പരാവിദ്യ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. പരാ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ട, ഉത്കൃഷ്ട, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ജ്ഞാനം അതാണ്. കാരണം എന്താ? അത് നശിക്കാത്ത ജ്ഞാനം. കാരണം എന്താ? ആ ജ്ഞാനം ഒരിക്കൽ നമുക്ക് ഉണ്ടായാൽ പിന്നെ നമ്മൾ തിരിച്ചു പോകണില്ല. തിരിച്ച് പ്രപഞ്ചത്തിലെ കഷ്ടപ്പാടുകളിലേക്കും മായയിലേക്കൊന്നും നമ്മൾ തിരിച്ചു പോവില്ല. ശാശ്വതമായ ആനന്ദമാണ്. നിങ്ങൾക്ക് നൈമിഷികമായുള്ള ആനന്ദം വേണോ, ശാശ്വതമായ ആനന്ദം വേണോ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ആനന്ദം വേണം. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലും നമ്മളത് അറിയാത്തത് കൊണ്ട്, മായ കൊണ്ട് നമ്മളിങ്ങനെ ഈ ചെറിയ ചെറിയ തമാശകളും ഈ ചെറിയ ചെറിയ സുഖങ്ങളും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ നടക്കുക. നമുക്കൊരു നല്ലൊരു കാപ്പി കുടിച്ചാൽ നല്ലൊരു സന്തോഷം വരും. കാപ്പി കുടിച്ചു, സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ആനന്ദം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ ആനന്ദം കുറച്ച് കഴിഞ്ഞാൽ കാപ്പി കിട്ടാണ്ട് വന്നാൽ ആ ആനന്ദം പിന്നെ ഉണ്ടാവുമോ? ആനന്ദമില്ല. നമുക്ക് പ്രപഞ്ചത്തിലുണ്ടാവുന്ന പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്ന ആനന്ദവും നൈമിഷിക. കാരണം എന്താ? പ്രപഞ്ചം നൈമിഷികാണ്. പ്രപഞ്ചമാണ് ഈ ആനന്ദം തരണത്. പ്രപഞ്ചത്തിലെ പഞ്ചമഹാഭൂതങ്ങളാണ് നമുക്ക് ഈ ആനന്ദമൊക്കെ തരണത്. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഈ പഞ്ചമഹാഭൂതങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന്. പഞ്ച എന്ന് പറയുന്നില്ലേ? പ്രപഞ്ചത്തിൽ പഞ്ച എന്ന് കേൾക്കണില്ലേ? ആ പഞ്ച ഏതാണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. പൃഥിവി, ഇത് ഈ 5 തന്മാത്രകളിൽ നിന്നാണ് 5 മഹാഭൂതങ്ങൾ ഉണ്ടാവുന്നത്. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇത് 5 കൂടി ചേരുമ്പോഴാണ് പഞ്ചീകരണം ഉണ്ടാവുന്നത്. പഞ്ചീകരണം വെച്ചാൽ അത് കൂടി ചേരുമ്പോൾ ഓരോ പദാർത്ഥമായിട്ട് മാറുക. പൂവായിട്ടുണ്ടാവുക, കായായിട്ടുണ്ടാവുക, പ്രപഞ്ചത്തിലെ ഓരോ സ്ഥാപനങ്ങളും ജംഗമങ്ങളുമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവുക. ഈ വസ്തുക്കളൊക്കെ അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഈ വിഷയങ്ങളൊക്കെ ഇതിന്നൊക്കെ ആനന്ദം ഉണ്ടാവും. പക്ഷേ ആ ആനന്ദങ്ങളൊക്കെ നൈമിഷികങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ആനന്ദത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. എന്താ കാരണം? ഇതിപ്പോൾ തീരുമല്ലോ എന്ന്. നമ്മൾ ഒരു സുഖം വരുമ്പോൾ ആ സുഖം എത്ര കാലം നിൽക്കും നമ്മൾ ആദ്യം ആലോചിക്കും. അതാണ് ഉപനിഷത്തുകളും അതുപോലെ തന്നെ നമ്മൾ പുരാണങ്ങളൊക്കെ പറയുന്നു, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മൾ ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്തു പ്രപഞ്ചത്തിൽ. ആ പുണ്യങ്ങളുടെ ഫലമായിട്ട് നമുക്ക് സ്വർഗം കിട്ടി. പുണ്യം ധാരാളം ചെയ്ത ആളാവുമ്പോൾ ധാരാളം പുണ്യത്തിൻ്റെ കറൻസി കയ്യിലുണ്ടാവും. അപ്പം അവിടെ ചെന്നാൽ, ഇപ്പം നമുക്ക് അമേരിക്കയിൽ ചെന്നാൽ ഡോളർ വേണ്ടേ? നല്ല ഇന്ത്യ ഉറുപ്പിക ഉണ്ടായി അവിടെ ചിലവാവില്ലല്ലോ. അവിടുത്തെ കറൻസി വേണം. സ്വർഗത്തിലെ കറൻസിയാണ് ഈ പുണ്യം. അതും കൊണ്ട് പോകണം. ആ പുണ്യവും കൊണ്ടുപോയി അവിടെ പോയി ചെന്നിട്ട് ഓരോ ദിവസം ഈ പുണ്യത്തിൻ്റെ കറൻസി എടുത്ത് ചിലവാക്കുകയാണ്. ഓരോന്നും അവിടുത്തെ സുഖം അനുഭവിക്കുമ്പോൾ ആ സുഖം അനുഭവിക്കാൻ നമ്മൾ പൈസ ചിലവാക്കണം. അങ്ങനെ ഓരോന്നും പുണ്യം തരാം. പുണ്യം അപ്പം തീരും. പുണ്യം തീർന്നാലോ? ക്ഷീണയെ പുണ്യം. പുണ്യം ക്ഷീണിക്കുമ്പോൾ, ഇല്ലാതെയാവുമ്പോൾ മർത്യലോകം വിശന്തി. നമ്മൾ വീണ്ടും ഈ മർത്യലോകത്തിലേക്ക് തന്നെ വരും. ദുഃഖം അനുഭവിക്കാൻ വീണ്ടും വിളിക്കാൻ വരും. സുഖത്തിൻ്റെ ചാപ്റ്റർ തീർന്നു. അപ്പം ചില ആളുകൾ, നമ്മളെ പൂർവികന്മാരൊക്കെ സ്വർഗത്തിൽ പോയപ്പോൾ അവരൊരു ബുദ്ധി കാണിച്ചു. അതായത് വലിയ പുണ്യം ചെയ്ത ആളുകളൊക്കെ കൂടി ചേർന്ന് അവരുടെ പുണ്യങ്ങളൊക്കെ കൂടി ഒന്നിച്ച് ചേർത്ത് ആ പണം, കറൻസി ഉണ്ടല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, ഇതിൻ്റെ ഈ സ്വർഗത്തിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് മുറിച്ച് തരണം, എന്നാൽ ഞങ്ങൾക്കിത് ഭൂമിക്ക് കൊണ്ടുപോകാലോ. ഭൂമിയിൽ കൊണ്ടുപോയാൽ എന്നും ഞങ്ങൾക്ക് സ്വർഗത്തിൽ തന്നെ ഇരിക്കാം. അങ്ങനെ സ്വർഗത്തിൻ്റെ കഷ്ണം തുണ്ടം മുറിച്ചു കൊണ്ടുവന്നതാണ് ഉജ്ജയിനി നഗരം എന്ന് കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഉള്ള
ഒരു നഗരമായിട്ടാണ് മഹാകവി കാളിദാസൻ ഉജ്ജയിനിയെ വർണ്ണിക്കുന്നത്. ഉജ്ജയിനി നിങ്ങൾക്കറിയാം, മഹാകാലൻ എന്ന് പറയുന്ന ശിവൻ്റെ വലിയ ക്ഷേത്രമുള്ള സ്ഥലമാണ് മഹാകാല ക്ഷേത്രം. ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, പുണ്യം നശിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരേണ്ടി വരും. പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ നശിക്കുന്നതാണ്, ഉണ്ടാവുന്നതാണ്. ഉണ്ടാവുന്നത് കൊണ്ട് ഉണ്ടാവുന്നവയ്ക്കൊക്കെ എന്തുണ്ട്? നാശവും. ഉൽപ്പത്തി ഉണ്ടോ, വിനാശമുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏത് സാധനവും ചിലത് 2 കൊല്ലം നിൽക്കും, ചിലത് 5 കൊല്ലം നിൽക്കും, ചിലത് 10 കൊല്ലം നിൽക്കും, ചിലത് 100 കൊല്ലോ 1000 കൊല്ലോ നിൽക്കും. എത്ര നിന്നാലും ആ കാലഗണനയൊക്കെ അനന്തമായ കാലഗണനയിൽ വളരെ നിസ്സാരമായൊരു ഫ്രാക്ഷനാണ്. അങ്ങനെ നമുക്ക് വളരെ മനോഹരമായൊരു പദ്യം വിഷ്ണുപുരാണത്തിലുണ്ട്. വിഷ്ണുപുരാണത്തിൽ ഒരുപക്ഷെ പല ശ്ലോകങ്ങളും ഭാഗവത പുരാണത്തെക്കാളും കേമാണ് വിഷ്ണുപുരാണത്തിലെ. അതിൽ ഒരു ശ്ലോകം ഞാൻ നിങ്ങളെ അനുഭവപ്പെടുത്താം. 2 ദിവസം തുടർച്ചയുള്ള യാത്ര കഴിഞ്ഞുകൊണ്ട് യാത്രയുടെ ഒരു ക്ഷീണം ഉണ്ട്. പക്ഷെ എന്നാലും ഭാഗവതം പറയുമ്പോൾ ബാറ്ററി ചാർജായി വരും. വിഷ്ണുപുരാണത്തിലെ തദപ്രാപ്തി മഹാദുഃഖ വിലീനാശേഷപാതക തച്ചിന്താ വിപുലാഹ്ലാദ ക്ഷീണപുണ്യചയാ സതി ചിന്തയന്തി ജഗത്സൂതിം പരബ്രഹ്മസ്വരൂപിണം നിരുച്ഛ്വാസതയാ മുക്തിംഗത അന്യാഗോപകന്യക. ഭഗവാന്റെ രാസനൃത്തം നടക്കുകയാണ് യമുനാ തീരത്ത്. ഒരു നല്ല പൂനിലാവുള്ള ഒരു പൗർണമി ദിവസം രാത്രി യമുനാ തീരത്തിൽ സുന്ദരിമാരായിട്ടുള്ള ഗോപസ്ത്രീകൾ അതിമനോഹരമായ വേഷങ്ങളൊക്കെ ധരിച്ച് നിറയെ പൂവുകളൊക്കെ അങ്ങനെ വിരിഞ്ഞ് സുഗന്ധം വിരിഞ്ഞിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷം. യമുന നദി ഇങ്ങനെ ചെറിയ ഓളങ്ങളടിച്ച് നല്ല തണുപ്പുള്ള കാറ്റ് യമുനാ തീരത്ത് നൽകുന്നു. നല്ല നിറയെ ലൈറ്റിട്ട ഫ്ലഡ് ലൈറ്റ് ഇട്ട പോലെയാണ് പൗർണമിയിൽ ചന്ദ്രൻ ഉദിച്ച് നല്ല വെളിച്ചം. ആ രാസനൃത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു പുരാണകാരൻ പറയാണ്, ദേ അവിടെ ഒരാൾ മാറി നിൽക്കുന്നുണ്ടല്ലോ, അയാൾ ആരാണ്? ഒരു ഗോപസ്ത്രീയാണ്. എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക ഗോപസ്ത്രീകൾ. ഓരോ ഗോപസ്ത്രീയുടെയും തോളത്ത് കൈയിട്ടിട്ട ഓരോ കൃഷ്ണനുണ്ട്. ഒരു കൃഷ്ണനല്ല, ഓരോ ഗോപസ്ത്രീക്കും തോന്നുന്നത് എൻ്റെ കൂടെ കൃഷ്ണനുണ്ടെന്നാണ്. അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപൗരജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. ഭാഗവതം അറിയാവുന്നവർക്ക് അറിയാം ഈ ശ്ലോകത്തിൻ്റെ കേമത്ത് എന്താണെന്നുള്ളത്. ഗോപസ്ത്രീകൾ തൻ്റെ ഉറ്റ തോഴനായിട്ടാണ് കൃഷ്ണനെ, ഈ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ബ്രഹ്മചൈതന്യമായ ഭഗവാനെ അവർ കരുതുന്നത് എങ്ങനെയാണ്? ഉദ്ധവൻ പോലും കാല് തൊട്ട് വന്നിച്ച് ഇത്രയും പ്രായമുള്ള ഇത്രയും ഉദ്ധവോ ബുദ്ധിസത്തമാണെന്ന്. ബുദ്ധിമാന്മാരിൽ ഏറ്റവും കേവനായിട്ടുള്ള ആളാണ് ഉദ്ധവൻ. ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെ അല്ലാണ്ട് പ്രധാനമന്ത്രിയേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. കൃഷ്ണൻ മന്ത്രിയേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം അത്രയും യോഗ്യനാണെന്നാണ്. അപ്പോൾ ആ ഉദ്ധവൻ പോലും കാല് തൊട്ട് ബന്ധിച്ച് ഇങ്ങനെ ഭവ്യതയോട് കൂടി രണ്ടാമത്തെ കര കെട്ടിയാൽ നിൽക്കുക ഭവ്യതയോട് കൂടിയിട്ട്. പക്ഷേ ഗോപസ്ത്രീകൾക്ക് യാതൊരു ശങ്കയില്ല. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ കഴുത്തിൽ കൈയിടാൻ ഒരു വിഷമവുമില്ല. അങ്ങനെയുള്ള ഒരു ഭഗവാനെയാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഗോപസ്ത്രീകളും ഈ ഭഗവാന്റെ ഒപ്പം ഇങ്ങനെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുക. നോക്കിയപ്പോൾ അവൾക്ക് നടക്കാൻ വയ്യ. അവൾ ലേശം ഒരു കാലിൽ നീളം കുറവാണ്, ഞൊണ്ടിയാണ്. സുന്ദരിയാണ്, പക്ഷേ ഈ ഒരു വയ്യല്ലുണ്ട്, അതുകൊണ്ട് നൃത്തം വയ്ക്കാൻ വയ്യ. അങ്ങനെ നൃത്തം വയ്ക്കാൻ വയ്യാത്ത ഈ ഗോപസ്ത്രീ, ഞാൻ പുണ്യഭാവങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഈ കഥയൊക്കെ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ഗോപസ്ത്രീ രണ്ടും പുണ്യവും പാപവും ഒരുമിച്ച് അനുഭവിച്ചു എന്ന് പറയണം. എന്താണ് പുണ്യം?
ഭഗവാനെ ഇങ്ങനെ എല്ലാ രാസനൃത്തം ചെയ്യുന്ന എല്ലാ ഗോപസ്ത്രീകളുടെ ഒപ്പം ആയിരക്കണക്കിന് നൃത്തം ചെയ്യുന്ന ഗോപസ്ത്രീ താൻ തോളത്ത് കൈയിട്ട കൃഷ്ണനെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റുള്ളതിൽ നോക്കിയാൽ കൃഷ്ണന്റെ മുഖം നോക്കുന്ന സമയം പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണന്റെ മുഖത്ത് മാത്രമാണ് നോക്കണത്. അപ്പോൾ അവരുടെ വിചാരം തൻ്റെ കൂടെ മാത്രമേ കൃഷ്ണനുള്ളൂ എന്നാണ്. ഓരോ ഗോപസ്ത്രീയും വിചാരിക്കുന്നത് എൻ്റെ കൂടെ മാത്രമേ കൃഷ്ണനുള്ളൂ. പക്ഷേ ഈ ഗോപസ്ത്രീ മാറി നിൽക്കുന്നുള്ള ഭാഗ്യം എന്താണെന്നറിയാമോ? ഒരേ കൃഷ്ണനെ തന്നെ അനേകമായിട്ട് അനേകായിരമായിട്ട് കാണുക. ഒരേ ചൈതന്യത്തെ തന്നെ പൂർണ്ണമായിട്ട് പൂർണ്ണാവതാരമായിട്ട് ഓരോ കാണുക. അങ്ങനെയുള്ള വലിയ ബ്രഹ്മാനന്ദം അനുഭവിച്ച് മറ്റു ഗോപസ്ത്രീകൾക്ക് കിട്ടാത്ത, ഒപ്പം നൃത്തം വയ്ക്കുന്ന ഗോപസ്ത്രീകൾക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഭഗവാന്റെ തോളത്തിട്ട് ഇത്രയും ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് ഇരുന്നു കൊണ്ട് നൃത്തം ചെയ്യുന്ന ഗോപസ്ത്രീകൾക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഈ അകലെ മാറി നിൽക്കുന്ന ഈ ഗോപസ്ത്രീക്ക് കിട്ടിയതെന്ന് പറയുകയാണ് വിഷ്ണു പുരാണകാരൻ. അങ്ങനെ ആ വലിയ പരമാനന്ദം അനുഭവിച്ചാൽ എന്താ ഉണ്ടാവുക? പുണ്യം മുഴുവൻ തീരും. ആനന്ദങ്ങൾ സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പുണ്യം തീരും. ദുഃഖങ്ങൾ അനുഭവിച്ചാലോ പാപവും തീരും. അപ്പൊ ദുഃഖങ്ങൾ എന്താ അവൾ അനുഭവിച്ചത്? ആ ഗോപസ്ത്രീ ദുഃഖങ്ങൾ അനുഭവിച്ചത് അവരുടെ ഒപ്പം പോയി നൃത്തം വയ്ക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഒരു പ്രയാസം. അത് ചെറിയ പ്രയാസമല്ല. നമുക്കറിയാം ഭഗവാന്റെ ഒപ്പം ഇത്ര ആളുകൾ നൃത്തം വയ്ക്കുമ്പോൾ എനിക്ക് മാത്രം അതിന് പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആ സങ്കടം ഒരു സങ്കട കടലാണ്. ഒരു സങ്കട കടല. അതിനെയും അവൾക്ക് തരണം ചെയ്യാൻ പറ്റി. കാരണം എന്താ? ആ സങ്കടം അനുഭവിച്ചതോടുകൂടി എന്ത് തീർന്നു? എല്ലാ പാപങ്ങളും തീർന്നു. അപ്പൊ അവൾക്കുള്ള തദപ്രാപ്തി മഹാദുഃഖ വിലീനാശേഷപാതക തച്ചിന്താ വിപുലാഹ്ലാദ ക്ഷീണപുണ്യചയാ സതി. അങ്ങനെയുള്ള പുണ്യവും പാപവും മുഴുവൻ നശിച്ച പിന്നെന്താ? മോക്ഷം. അങ്ങനെ ആ ഗോപസ്ത്രീ മോക്ഷം പ്രാപിച്ചു എന്ന് പറയാം. നോക്കൂ എത്ര പെട്ടെന്ന് ഗോപസ്ത്രീക്ക് മോക്ഷം കിട്ടി. അനന്തമായ പുണ്യവും അനന്തമായ പാപവും അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും ഒരു നിമിഷം കൊണ്ട് രണ്ടും അനുഭവിച്ചു തീർന്നു. രണ്ട് വലിയ മഹാദുഃഖവും വലിയ മഹാസുഖവും. ഇത് വലിയൊരു സിദ്ധാന്തമാണ്. വലിയൊരു സിദ്ധാന്തമാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലൗകികമായിട്ടുള്ള ശൃംഗാരമോ അല്ല വിഷയം. അതിലെ വിഷയം തത്വജ്ഞാനം. ഇത് വേദത്തിൻ്റെ മുഴുവൻ രഹസ്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വേദം പ്രതിപാദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. വേദത്തിലെ മഹാവാക്യത്തെക്കുറിച്ചാണല്ലോ ഇനി പറയേണ്ടത്. നമ്മൾ അതിന് സമയം ഉണ്ടാകുമെന്ന് വിചാരിക്കുക. എന്തായാലും ഇതിനുള്ള ഇൻട്രഡക്ഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദമഹാവാക്യം വേദത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി പറയുന്നതാണ്. പക്ഷേ അത് വ്യാഖ്യാനിച്ചാൽ വേദവും അതിൻ്റെ അപ്പുറവും കിടക്കും. ഇതാണ് ഓരോ മഹാവാക്യത്തിൻ്റെയും സ്വഭാവം. ഇവിടെ എന്താണ് വേദത്തിൻ്റെ പ്രമേയം? ഒന്ന് പുണ്യമാണ്, മറ്റൊന്ന് പാപമാണ്. ചെയ്യേണ്ടത് പുണ്യം, ചെയ്യേണ്ടാത്തതോ പാപം. പ്രപഞ്ചത്തിൽ ഇത് രണ്ടും മനസ്സിലായാൽ പിന്നെ ജീവിക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ ഇത് മനസ്സിലാവില്ല, നമുക്ക് അത്രേ ഉള്ളൂ. മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. അപ്പോ വിധി നിഷേധാത്മകമാണ് വേദം എന്ന് പറയും. വേദം വിധി നിഷേധാത്മകമാണ്. വേദം വിധിക്കുന്നു, വേദം നിഷേധിക്കുന്നു. ഇത് രണ്ടുമാണ് വേദത്തിൻ്റെ പ്രമേയം മുഴുവൻ. ഇത്രയും വലിയ വേദരാശി മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്നാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വിധിക്കുന്നു. ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ നിഷേധമല്ലേ? അരുത് എന്ന് പറഞ്ഞാൽ നിഷേധമാണല്ലോ. അത് നിഷേധം. എങ്ങനെ ജീവിക്കരുത് എന്ന് വെച്ചാൽ എങ്ങനെ ധാർമ്മികമായിട്ട് നിങ്ങൾ ജീവിക്കണം, എങ്ങനെ അധാർമികമായിട്ട് ജീവിക്കരുത്. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ വേദം രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്: വിധിയും നിഷേധവും. വിധി ധർമ്മത്തെ വിധിക്കുന്നു, നിഷേധിക്കുന്നതോ അധർമ്മത്തെ. അധർമ്മം പാപത്തിന് കാരണമാണ്, ധർമ്മം പുണ്യത്തിന് കാരണമാണ്. അതുകൊണ്ട് ധർമ്മം ചെയ്യണം, ധാർമ്മികനായിട്ട് വർത്തിക്കണം. മഹാതത്വജ്ഞാനിയും മഹാവീരപരാക്രമിയുമായ ഭീഷ്മാചാര്യർ
ഭാരതത്തിൽ ഉടനീളം ഭീഷ്മരെ നിങ്ങൾ കാണും. ഭാഗവതത്തിൽ നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞൊരു സാധനം ഇന്ന് ജപിക്കാൻ ഭാഗ്യമുണ്ടായത് അദ്ദേഹങ്ങളുണ്ടാ അല്ലേ? അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോഴാണ് ഇത് ഉപദേശിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം മരണശയ്യ കിടക്കുമ്പോൾ അതും ശയ്യാഞ്ച നല്ല സുഖമുള്ള കിടക്കുകയൊന്നുമില്ല എന്നല്ല കിടക്കണത്, ശരശയ്യാണ് അല്ലേ? അതുമ്മ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഈ വക സമാധാനമുള്ള കാര്യം ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടുമോ? അപ്പോഴാണ് ഭീഷ്മർക്ക് നല്ല സമാധാനം. അദ്ദേഹത്തിന് അറിയാം ഇത്ര വരെ ഇനി എനിക്ക് പോവാനുള്ളൂ, ഇന്ന സമയമായ എൻ്റെ മരണമായി, സ്വച്ഛന്ത മൃത്യുവാണ്, അവനവൻ നിശ്ചയിക്കുകയാണ് ഞാൻ എന്ന് മരിക്കണം എന്നുള്ളത്. അതിന് ആ സീമ നിശ്ചയിച്ചത് ഭീഷ്മര് ഭഗവാനെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തി താൻ ഈ ഉപദേശിക്കുന്നത് മുഴുവൻ ഭഗവാനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ടാണ് പാണ്ഡവന്മാർക്ക് മുഴുവൻ ഇത് ഉപദേശിക്കുന്നത്. യുദ്ധം കഴിഞ്ഞ് ഈ സരസയ്യയിൽ ആൾ വീണു. സരസയ്യയിൽ അർജുനൻ സരസയ്യ ഉണ്ടാക്കി, അങ്ങനെ സരസയ്യയിൽ കിടത്തി. അദ്ദേഹത്തിന് മരണമാണെങ്കിൽ ഉത്തരായണം വേണം. ഉത്തരായണത്തിൽ മരിക്കണം എന്നുള്ള ആഗ്രഹം, മോക്ഷം. ഉത്തരായണത്തിൽ മരിച്ചാൽ മോക്ഷം ഉറപ്പാണ്. ആ മോക്ഷം ഉണ്ടാവാൻ വേണ്ടി ഇതൊക്കെ ഒരു പൂർവിക വളരെ പ്ലാൻഡായിട്ടുള്ള സങ്കല്പങ്ങളാണ്. കാരണം ഭഗവാനെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് വേണം, സാക്ഷിയായിട്ട് ഇരുത്തിയിട്ട് വേണം. 2 മാസം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് പോവാൻ പുറപ്പെട്ട കൃഷ്ണനെ പിടിച്ചു നിർത്തി ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെയും 1 മാസം നിർത്തുക ചെയ്തത്. അത് ഈ ഭീഷ്മര. അപ്പോൾ ഭീഷ്മരുടെ ഒരു സ്തുതിയുണ്ട് ഭാഗവതത്തിൽ, നിങ്ങൾക്കറിയാം. ഭാഗവതം പഠിക്കുന്ന ആളുകൾക്കറിയാം. ഭാഗവതത്തിലെ സ്തുതികളിൽ ഇത്ര ഹൃദ്യമായ മറ്റൊരു സ്തുതിയില്ല. ഇത്ര വലിയ തത്വജ്ഞാനിയായ വേറൊരാൾ ഭാഗവതത്തിലില്ല. ഇത്ര മാത്രമല്ല എത്രയോ പരമ്പരകളുടെ മീതെ ഗുരുനാഥനായിട്ടിരിക്കുന്ന ആളാണ്. സത്യത്തിനെയും നീതിയെയും ന്യായത്തിനെയും ഒക്കെ മുറുകി പിടിച്ച് അതിൽ വിശ്വസിച്ച് അത് തൻ്റെ പുത്രപൗത്രാദികൾക്കും ശിഷ്യന്മാർക്കും സദാ ഉപദേശിക്കുന്ന ഭീഷ്മ ആചാര്യർ, അദ്ദേഹം കൃഷ്ണനിൽ ഇങ്ങനെ തൻ്റെ ജീവാത്മാവ് ആ പരമാത്മാവായുള്ള കൃഷ്ണനിലേക്ക് ഇങ്ങനെ പോണത് കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്. തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത്. തൻ്റെ ശരീരത്തിൻ്റെ ചൈതന്യം, ജീവചൈതന്യം, അത് എങ്ങനെയാണത്? ഒരു കണ്ണാടി അങ്ങോട്ട് മാറ്റുമ്പോൾ കണ്ണാടിയുടെ രൂപം, കണ്ണാടിയിൽ നമ്മുടെ രൂപം ഉണ്ടാവില്ലേ? കണ്ണാടിയിൽ നമ്മുടെ രൂപം തെളിയില്ലേ? കണ്ണാടി നോക്കുമ്പോൾ ആ രൂപം, കണ്ണാടി മാറ്റുമ്പോൾ ആ രൂപം എവിടേക്കാണ് പോണത്? അത് നമ്മളിൽ തന്നെ ലയിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ പ്രതിരൂപമാണ് നമ്മളൊക്കെ. ഈ മായയാകുന്ന അവിദ്യയാകുന്ന ശരീരമാകുന്ന കണ്ണാടി, ഈ ശരീരമാണ് ഈ കണ്ണാടി. ശരീരത്തിലാണല്ലോ പ്രതിബിംബിക്കുന്നത് ഭഗവാൻ, കണ്ണാടിയിലല്ലേ നമ്മൾ പ്രതിബിംബിക്കുന്നത്. ഭഗവാൻ പ്രതിബിംബിക്കുന്ന എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. അതാണ് ഹൃദയസേ അർജുന തിഷ്ഠതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. ഞാൻ ശരീരത്തിൽ എല്ലാ ദിക്കിലും വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇരിക്കുന്ന എൻ്റെ സീറ്റ് നിൻ്റെ ഹൃദയമാണ് എന്ന് പറയാം. ഹൃദയസേ അർജുന തിഷ്ഠതി, ഞാൻ നിൻ്റെ ഹൃദയത്തിലാണ് വർത്തിക്കുന്നത്. അപ്പം ഇവിടെ ഏറ്റവും ഭാഗവതത്തിലെ ഏറ്റവും അധികം സ്മരിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് ഈ ഭീഷ്മ സ്തുതിയുടെ ഭാഗം. ഭീഷ്മസ്തുതി നോക്കിയവർക്കൊക്കെ അറിയാം. അതിൽ വർണ്ണിക്കപ്പെടുന്ന രംഗങ്ങളെല്ലാം തന്നെ യുദ്ധത്തിലെ രംഗങ്ങളാണ്, മഹാഭാരതത്തിലെ യുദ്ധരംഗങ്ങളാണ്. ഇത്രയും പകയും വിദ്വേഷവും മത്സരബുദ്ധിയും കാമക്രോധ മത മാത്സര്യങ്ങളുടെ എല്ലാം വിളനിലമായിരിക്കുന്ന ഈ മഹാഭാരത യുദ്ധരംഗത്ത് അതൊന്നുമില്ലാതെ ഇന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് ഭീഷ്മർ. ഭീഷ്മരും കൃഷ്ണനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമുണ്ട്. ആ യുദ്ധത്തിനെ കുറിച്ചാണ് ഈ സ്തുതിയിൽ പറയണത്. ഈ സ്തുതിയിലെ പലതും ഓരോ അമ്പും എയ്യുമ്പോൾ, കൃഷ്ണന്റെ നേർക്ക് എയ്യുമ്പോൾ, തൻ്റെ പരമഭക്തനായിരിക്കുന്ന ഭീഷ്മർ അയക്കുന്ന അസ്ത്രങ്ങൾ ഓരോന്നും തൻ്റെ ശരീരത്തിൽ വന്ന് തൊടുമ്പോൾ അത് വളരെ പുഷ്പങ്ങൾ വന്നു വീഴുന്ന പോലെയാണ് തോന്നണേ കൃഷ്ണന്. പുഷ്പങ്ങൾ തന്നെ ആരാധിക്കാനായിട്ട് ഭക്തൻ അർപ്പിക്കുന്ന പുഷ്പങ്ങളായിട്ടാണ് തോന്നണേ.
ഭീഷ്മരോ ഇത് അയക്കുമ്പോൾ യുദ്ധനീതിയാണ് അസ്ത്രം അയക്കുക എന്നുള്ളത്. അത് ചെയ്യാണ്ട് പറ്റില്ല, ധാർമ്മികമായിട്ട് ചെയ്യണം. പക്ഷേ ഭഗവാന്റെ നേർക്കാ താൻ ചെയ്യണേ. അപ്പം എന്താ വേണ്ടേ? ഭഗവാൻ വേറെ എവിടേക്കെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും ശ്രദ്ധ പോവാതെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ കാണണം ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് വളരെ മൃദുവായിട്ട് ഇങ്ങനെ പുഷ്പം ചെന്ന് തൊടുന്ന പോലെ മാത്രം അസ്ത്രം അയക്കും. ഇങ്ങനെ ഒരു യുദ്ധരംഗം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യുദ്ധത്തിൽ ശത്രുവിനെ യുദ്ധം ചെയ്യുമ്പോൾ അസ്ത്രം അയക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ മൃദുവായിട്ട് കൊണ്ടിട്ട് അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് അയാൾ എന്നെ നോക്കി എനിക്ക് ആനന്ദം പകർന്നു തരണം എന്ന് വിചാരിക്കുന്ന ഒരു യുദ്ധം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാണ് ഭീഷ്മസ്തുതിയിലെ എല്ലാ രംഗങ്ങളും. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ളതാണ് ആ സ്തുതിയിലെ എല്ലാ യുദ്ധരംഗങ്ങളെ വർണ്ണിക്കുന്ന എല്ലാം തന്നെ. അങ്ങനെ ഭഗവാനിൽ ലയിച്ചിട്ട് അങ്ങോട്ട്, ഇതൊക്കെ വലിയൊരു ഇതാണ്. ഈ തത്വമസിയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഈ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയണത്. അതിൻ്റെ സാങ്കേതികമായിട്ട് ആ പദത്തെ കുറിച്ച് അതിൻ്റെ അർത്ഥം പറയൽ പിന്നെ പറയാം. പക്ഷേ ഭീഷ്മർ തന്നെയാണ് കൃഷ്ണൻ. നീ നമ്മുടെ അടുത്ത കാലത്ത് ഈ ശബരിമലയൊക്കെ വളരെ ശ്രദ്ധാകേന്ദ്രമായി മാറിയപ്പോൾ ഈ തത്വമസി വാക്യത്തെക്കുറിച്ചൊക്കെ ആളുകൾ അന്വേഷിച്ചു തുടങ്ങി. പലരും കേൾക്കാത്തവരും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ വലിയ രാഷ്ട്രീയക്കാർ, വലിയ നേതാക്കളൊക്കെ അതിനെ വർണ്ണിക്കണത്, അതിനെക്കുറിച്ച് പറയണത് തത് ത്വം അസി എന്നാണ്. തത് എന്ന് പറഞ്ഞാൽ അത്, ത്വം ച നീയെ, അസി ആകുന്നു, അത് നീയാകുന്നു എന്നാണ് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. ഇത്ര പരമമായ അബദ്ധം വേറെ യാതൊന്നുമില്ല. അത് നേരെ വിപരീത ഫലമാണ് അതിന് ഉണ്ടാവുക. ഭഗവാൻ ഞാനാണെന്ന് പറയണോ, ഞാൻ ഭഗവാനാണെന്ന് പറയണോ? ഏതാണ് ഇതിലെ ചർച്ച എന്നാണ് വിഷയം. നീ അതാകുന്നു എന്നാണ് പറയേണ്ടത്. നീ ആരാണ്? ജീവചൈതന്യം, ജീവാത്മാവ്, ജീവചൈതന്യം. നീ വളരെ ചെറുതാണ്, സങ്കുചിതമാണ്, ലിമിറ്റഡാണ്. കാരണം എന്താ? മായ കൊണ്ട്. നിന്റെ ശക്തികളെക്കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ വളരെ പരിമിതനാണ്. ആ പരിമിതനായ നീയെ എന്താണ്? ആ അപരിമിതമായ, ആ അൺലിമിറ്റഡായ ആ ചൈതന്യമാണ്. അതായത് ആ തത്വമാണ്, പ്രപഞ്ച ചൈതന്യമാണ്. നീ ആ ഈശ്വര ചൈതന്യമാണ്, നീ ആ ബ്രഹ്മ ചൈതന്യമാണ്, നീ ആ പരമാത്മ ചൈതന്യമാണ്. അപ്പം തത്വമസി എന്നുള്ളത് ത്വം തത് അസീന അന്വയിക്കേണ്ടത്. ത്വം നീ ചെറുതാണ് എന്ന് നീ വിചാരിക്കുന്നു. നിന്റെ മായ കൊണ്ട്, അവിദ്യ കൊണ്ട് നീ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്ന, ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു ജീവാത്മാവാണെന്ന് നീ തെറ്റിദ്ധരിക്കുകയാണ്. വാസ്തവത്തിൽ നീ ആരാകുന്നു? ആ പരമമായ തത്വമാകുന്നു, ആ പരമമായ ചൈതന്യമാകുന്നു. ഈ തത്വമല്ലേ വാസ്തവത്തിൽ ഈ ഭീഷ്മർ ഇവിടെ കാണിച്ചു തന്നത്. ഭീഷ്മർ അവസാനം ഈ ഞാൻ പറഞ്ഞ പോലെ കണ്ണാടി മാറ്റുമ്പോൾ പ്രതിബിംബം ബിംബത്തിൽ ലയിക്കുന്നത് പോലെ ഏതെവിടെ ലയിക്കുന്നു? ഭീഷ്മര് പ്രതിബിംബമാണ് ഭഗവാന്റെ. ആ പ്രതിബിംബം എവിടെ ലയിക്കുന്നു? ബിംബമായിട്ടുള്ള പരമാത്മ ചൈതന്യമായ ഭഗവാനിൽ ലയിക്കുന്നു. ഇതാണ് തത്വമസിയുടെ അർത്ഥം. ഇതിനും കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ജീവചൈതന്യം നമ്മുടെ അജ്ഞാനം കൊണ്ട്, അജ്ഞാനം എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഈ മായയുടെ സ്വഭാവമാണ്. പ്രപഞ്ചം മായ ആവൃതമാണ്. മായ എന്ന് പറഞ്ഞാൽ അവിദ്യയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അജ്ഞാന സ്വരൂപമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ആവരണം കൊണ്ട്, ആവരണം മായയ്ക്ക് രണ്ട് ശക്തിയുണ്ട്. ഒന്ന് ആവരണ ശക്തി. ഇതൊക്കെ തത്വമസി മഹാവാക്യം ശാസ്ത്രീയമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ, വേദാന്ത ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ പഠിപ്പിക്കും. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അത് ന്യായശാസ്ത്രവും ഒക്കെ മനസ്സിലാവണം. അതിന് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഒരു സാധാരണ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറയാൻ ഒരു വിഷമവും ഇല്ല. അവിടെ മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ആവരണ ശക്തി, മറ്റൊന്ന് വിക്ഷേപ ശക്തി. രണ്ട് ശക്തികളുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നത്. നോക്കൂ, ഈ ആവരണ ശക്തി എന്താണ്? ഈ മായ കൊണ്ട് ആവരണം ചെയ്യാച്ച പൊതിയ എന്നാണല്ലോ. ആവരണം ചെയ്യാച്ച പൊതിയ. ഒരു യഥാർത്ഥ വസ്തുവിനെ മറ്റൊന്നുകൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? യഥാർത്ഥ വസ്തു എന്താണെന്ന് മനസ്സിലാവില്ല. അത് മായയുടെ ഒരു ശക്തിയാണ്. അപ്പം അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സന്ധ്യാസമയത്ത് റോഡിൽ നടക്കുകയാണ്. ഒരു വളഞ്ഞിങ്ങനെ ഒരു കയർ കിടക്കണം.
കയറ് കണ്ട് പെട്ടെന്ന് പാമ്പ് നമ്മൾ പേടിച്ചു. പാമ്പ് പേടിച്ചു, നമ്മൾ പിന്മാറി. പിന്നെ കയ്യിലിരിക്കുന്ന ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊരു കയറാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, ശരിക്കും നിങ്ങൾക്ക് പേടി ഉണ്ടായില്ലേ? പാമ്പിനെ കണ്ടാൽ, യഥാർത്ഥ പാമ്പിനെ കണ്ടാലുള്ള അതേ പേടി നിങ്ങൾക്കുണ്ടായി. പക്ഷെ പാമ്പായിരുന്നു. വാസ്തവത്തിൽ പാമ്പല്ല. ഒരു കയറ് കണ്ടിട്ട് ഇങ്ങനെ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് സർപ്പഭീതി ഉണ്ടായി, സർപ്പഭയം ഉണ്ടായി, സർപ്പമാണ് എന്നുള്ള ധാരണയുണ്ടായി. ഇപ്പം രജ്ജുവിനെ, അതായത് കയറിനെ മായ എന്ത് ചെയ്തു? പൊതിഞ്ഞപ്പോൾ ആ കയറ് എന്തായിട്ട് നമുക്ക് തോന്നി? പാമ്പായിട്ട് തോന്നി. ഇതാണ് ആവരണ ശക്തി. വിക്ഷേപശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തന്നെ മറ്റൊന്നാണെന്ന് തോന്നിക്കുക. യഥാർത്ഥ കയറിനെ എന്തായിട്ട് തോന്നിപ്പിക്കുക? സർപ്പം എന്ന് തോന്നുക. അപ്പോൾ അതിൻ്റെ സർപ്പത്വം എന്ന് പറയുന്ന അതിൻ്റെ ധർമ്മത്തെ മറയ്ക്കുകയും, രജ്ജുത്വം എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ സ്ഥിതി മറയ്ക്കുകയും, കയറാണെന്നുള്ള അവസ്ഥ മറയ്ക്കുക. അതാണ് യഥാർത്ഥ സ്ഥിതി. എന്നിട്ട് അത് മറ്റൊന്നാണെന്ന് തോന്നിപ്പിക്കുക. അതാണ് ആ വിക്ഷേപശക്തി. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സർപ്പം. അപ്പം കയറിൻ്റെ ഭാവത്തെ മറയ്ക്കുകയും കയറ് സർപ്പമാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന രണ്ട് വിധികളുണ്ട്. ഒന്ന് ആവരണശക്തി, സർപ്പത്തെ കയറിനെ മറയ്ക്കൽ, ആവരണം ചെയ്യൽ, മറയ്ക്കൽ. മറ്റൊന്ന് ആ കയറ് സർപ്പമാണെന്ന് വിക്ഷേപിക്കുക, തോന്നിപ്പിക്കുക. ഇപ്പം ഇങ്ങനെ രണ്ട് ശക്തികൾ മായയ്ക്കുണ്ട്. ഈ രണ്ട് ശക്തികൾ മായയിൽ, പ്രപഞ്ചത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥ ബോധം ഉണ്ടാവാതിരിക്കുന്നത്. ഇതതിൻ്റെ ഒരു കാരണമാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ മായയാണ് ശരിക്കും ഈ കണ്ണാടി. മായ മാറിയാൽ ജീവാത്മാവ് എവിടെ ലയിക്കും? പരമാത്മാവിൽ ലയിക്കും. ത്വം എന്ന് പറയുന്ന ജീവാത്മാവ്, ത്വം പദാർത്ഥം എന്താണ്? ജീവാത്മാവ്. ത്വം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവാത്മാവ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രതിഫലിക്കുന്ന ഈശ്വര ചൈതന്യം. ആ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ നമ്മുടെ കൈ അനങ്ങില്ല, കാലനങ്ങില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ന് പിന്നെ പറയുമോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ആത്മാവ് നമ്മളെ ശരീരത്തെ സക്രിയമാക്കുന്ന, ശരീരത്തെ ചൈതന്യധന്യമാക്കുന്ന ആത്മതത്വം ശരീരത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ന് പറയുമോ? നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ഒന്നും, ഒരു ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കില്ല. ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അദ്ദേഹം പോയി. പിന്നെ നമ്മളൊന്നും പറയില്ല. പിന്നെ നമ്മൾ നല്ല മാലയും വളയൊക്കെ ഉണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ കഴുത്തിൽ നീ ഒന്ന് ഇടണം കേട്ടോ, എന്നിട്ട് എനിക്കൊന്ന് എൻ്റെ ഭംഗി കാണണം നമ്മൾ പറയാറുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയ്ക്കുന്നത് പുഷ്പചക്രമാണ്, അല്ല വേറെ മാലയും വളയൊന്നും ഇട്ടില്ല. പിന്നെ നമുക്കൊന്നും വേണ്ട, യാതൊന്നും വേണ്ട. നോക്കൂ, പ്രപഞ്ചത്തിൻ്റെ ഒരു നിസ്സാരമായ ചില സംഭവങ്ങളിൽ കൂടെ, ജീവിതാനുഭവങ്ങളിൽ കൂടെ നമുക്ക് വലിയ വലിയ തത്വങ്ങൾ തുറന്നു തരാൻ ഈശ്വരൻ റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷെ നമ്മളതിന് റെഡിയല്ല. സമുദ്രത്തിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോയാലും നായ നക്കി കുടിക്കുള്ളൂ എന്ന് പറയില്ലേ? വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ധാരാളം വലിച്ചു കുടിക്കാം, പക്ഷെ കുടിക്കില്ല. നായയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ നക്കി കുടിക്കാൻ കുറേശ്ശെ കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ തത്വമസിയെ വളരെ ലളിതമായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗവതത്തിലെ ഈ ഹൃദ്യമായ ഈ രംഗം, ഭീഷ്മരുടെ രംഗം കാണിച്ചത്. മായ എന്ന് പറയുന്ന ഒരു കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നതാണ് നമ്മുടെ ജീവചൈതന്യം, ജീവാത്മാവ്. പ്രതിശരീരം ഭിന്നമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലും വേറെ വേറെയാണെന്നാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. പക്ഷെ ഇത് വേറെ വേറെയല്ല. ക്രിസ്തുദേവൻ ഇന്ത്യയിൽ വന്ന് ഉപനിഷത്തെല്ലാം പഠിച്ചു പോയി എന്നൊരു ചരിത്രമുണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ ഗിരിപ്രഭാഷണം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗിരിപ്രഭാഷണം ഏതാണ്ട് ഭാഗവതത്തിൻ്റെ പല തത്വങ്ങളും ഉള്ളതാണ്. ആ ഗിരിപ്രഭാഷണം, അതിൽ യേശുദേവൻ പറയുന്നത് ഈ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന് കാരണം പറയണത് രണ്ട് പേരിലിരിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന്. ഇത് ഉപനിഷത്തിൽ നിന്ന് കിട്ടിയതാണ്. ഉപനിഷത്തിൽ മാത്രമേ ഇത് ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ ഈ തത്വം. സമസ്ത ജീവജാലങ്ങളിലും, അത് മനുഷ്യരിൽ മാത്രമല്ല, ഒരു പശു, ഒരു പക്ഷി, ഒരു മൃഗം, ഏത് നോക്കിയാലും, ഏത് ജീവജാലങ്ങൾ ഏതിനെ നോക്കിയാലും അതിലൊക്കെ ചൈതന്യമായിട്ട് ഉൾക്കൊള്ളുന്നത് ഈ ഈശ്വര തത്വമാണ്.
ആ ഈശ്വരതത്വം ഇല്ലാണ്ടാവുമ്പോൾ അത് വാടുന്നു, കൊഴിയുന്നു, നശിക്കുന്നു. ഈശ്വര ചൈതന്യമാണ് സക്രിയമാക്കുന്നത്. അതാണ് അതിനെ ചൈതന്യധന്യമാക്കുന്നത്. അപ്പോൾ ഈ ജീവാത്മാവ് അതൊരു തോന്നൽ മാത്രമാണ്. നമുക്ക് അതൊരു പ്രതിബിംബമായിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷെ ആ പ്രതിബിംബം പോലും നമ്മളെ സക്രിയമാക്കും. ആ പ്രതിബിംബം ഈ മായ തത്വജ്ഞാനം കൊണ്ട് മായ മാറുമ്പോൾ മായ നീങ്ങാൻ ഒരേ വഴിയേ ഉള്ളൂ, തത്വജ്ഞാനം സമ്പാദിക്കില്ല. തത്വജ്ഞാനം സമ്പാദിക്കാനുള്ളൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൽ കൂടെയാണ്. അതിപ്പോൾ കർമ്മത്തിൽ കൂടെ ആവാം, ജ്ഞാനത്തിൽ കൂടെ ആവാം, ഭക്തിയിൽ കൂടെ ആവാം. നമ്മളിപ്പോൾ ഭാഗവതത്തിൽ ഭക്തിയിൽ കൂടെയാണ് ഇതിന് പറ്റുമോ നോക്കുന്നത്. കാരണം തത്വജ്ഞാനമൊക്കെ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. അതിന് കുറേ വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളൊക്കെ വേണ്ടി. അപ്പം അതുകൊണ്ട് എളുപ്പം കുറച്ചും കൂടിയും ശങ്കരാചാര്യനും ഭാഗവതകാരനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഭക്തി എന്ന് പറഞ്ഞ ഒരു എളുപ്പമുള്ള മാർഗ്ഗമുണ്ട്. നമ്മൾ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ കിലോമീറ്റർ കുറവുള്ള വഴി ഏതാണെന്ന് വെച്ചാൽ അതല്ലേ ഗൂഗിൾ കാണിച്ചു തരാം. ഗൂഗിൾ കാണിച്ചു തരാൻ ഏറ്റവും കുറവുള്ള വഴിയാണ്. പക്ഷേ ഈ അത്ര എളുപ്പമുള്ള വഴി കൂടെ ചിലപ്പോൾ പോകുമ്പോൾ ചില അപകടങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പക്ഷേ എളുപ്പമുള്ള വഴി നമ്മളൊക്കെ ശ്രമിക്കും. അതിൻ്റെ കാരണം നമുക്ക് അത്ര കഠിനമായ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് വശമില്ല, അറിഞ്ഞുകൂടാ. അതിന് സമയവും കുറെ വേണം. അതുകൊണ്ട് എളുപ്പമുള്ള വഴി ഏതാണെന്ന് നോക്കുകയാണ്. അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടാൻ എങ്ങനെയാണ് എളുപ്പം? ആ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടാനൊരു വഴി ഭക്തിയാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസവൃത്തിമമലം ജ്ഞാനം അമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം യശൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്യേന്നര. ഭക്തിയാ വിമുച്യേന്നര. നരൻ വിമുച്യേത, മോചിപ്പിക്കപ്പെടും. അവൻ തത്വജ്ഞാനിയായിട്ട് മാറും. എങ്ങനെ? ഭക്തിയ. ഭക്തിയ വിമുച്യേത് നര. അപ്പോൾ ഭക്തി തത്വജ്ഞാനത്തിന് ഒരു വലിയ ഘടകമാണെന്ന് ഭാഗവതകാരൻ പറയും. ശരിക്കും ജ്ഞാനത്തിൻ്റെ മാർഗത്തെ ധാരാളം വർണ്ണിച്ച ആളാണ് ഭാഗവതകാരൻ. ജ്ഞാനത്തിൻ്റെ മാർഗമൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞിട്ട് പറയാണ്, അതൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ പണ്ഡിതന്മാർക്കാവാം, പക്ഷേ സാധാരണക്കാർക്കും വേണ്ടേ മോക്ഷം? അവർക്കും ഈ പ്രപഞ്ചത്തിനൊരു മോചനം വേണ്ടേ? അവർക്കുള്ള വഴി മധുരമായ ഭക്തിയുടെ വഴിയാണ്. ഭാഗവതം വായിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയണം. നിങ്ങൾ ഒരുപാട് 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 6 ദർശനങ്ങൾ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഈ വേദാന്ത ശാസ്ത്രം പഠിക്കാനേ. കാരണം വേദാന്തം ഏറ്റവും അവസാനത്തെ ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രമാണ്, ദർശനങ്ങളുടെയും ദർശനമാണ് വേദാന്തം. അത് മനസ്സിലാക്കാൻ കഠിനമാണ്. അതുകൊണ്ട് അവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചിട്ട് വേണം. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കൊരു ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് പോലെ അങ്ങനെ 1 or 2 ദിക്കിൽ മാത്രം കാല് കുത്തിയിട്ട് അങ്ങോട്ട് കിടക്കാം. അതാണല്ലോ ഹോപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒന്നാണ് ഭക്തി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈശ്വര ചൈതന്യം, അതിനെ നമ്മൾ ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ നാരായണീയം തുടങ്ങുന്ന സമയത്ത് ഗുരുവായൂരപ്പനെയാണ് വർണ്ണിക്കുന്നത്. പക്ഷേ വർണ്ണിക്കണ കേട്ടാ ഗുരുവായൂരപ്പനാന്ന് തോന്നില്ല. സാന്ദ്ര ആനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാണ്. നോക്കൂ, ഇവിടെ എവിടെയാണ് കൃഷ്ണനുള്ളത്? ഇവിടെ എവിടെയാണ് ഗുരുവായൂരപ്പൻ? നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഭാഗവതത്തിൽ കാണുന്ന ഗോപസ്ത്രീകളായിട്ടും ഒക്കെ വിഹരിക്കുന്ന അങ്ങനെ കൃഷ്ണനെ കാണാനില്ല. മുഴുവൻ വേദാന്തമാണ് പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന സത്ത്, ചിത്ത്, ആനന്ദം, ഇത് 3ന്റെ മൂർത്തിമദ്ഭാവമായിരിക്കുന്ന ഇത് 3ഉം കൂടി ഒന്നായി തീർന്ന, ഇത് 3ഉം 3അല്ല. സത്ത് തന്നെ ചിത്ത്, ചിത്ത് തന്നെ ആനന്ദം. എന്നുമെന്നും നിലനിൽക്കുക എന്നുള്ളത് സത്ത്, എന്നുമെന്നും ചൈതന്യമായി ധാരയായിട്ടിരിക്കുക എന്നുള്ളത് ചിത്ത്. പിന്നെ സത്ത്, ചിത്ത്, പിന്നെ ചൈതന്യം. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് വേറെ വേറെ ആയിട്ട് അനുഭവപ്പെടാതെ ഒന്നായിട്ട് അനുഭവപ്പെടുന്ന. അതുകൊണ്ടാണ് സാന്ദ്രാനന്ദാത്മകം അനുപമിതമാകുന്നത്. അത് ഒരു അനുപമിതമായ തത്വമാകുന്നത്, അതിനെ ഉപമിക്കാൻ പറ്റാത്തൊരു തത്വമായിട്ട് മാറുന്നത്. അത് ഇത് 3ഉം വേറെ വേറെയായിട്ടാണ്. ലോകത്തിൽ ഇതൊക്കെ ഉണ്ട്, സത്തുണ്ട്, ചിത്തുണ്ട്, ആനന്ദുണ്ട്. പക്ഷേ ഇതൊക്കെ വേറെ വേറെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് മായ കൊണ്ടാണ്. മായയാണ് അതിന് കാരണം.
ഇതെല്ലാം കൂടി ഒന്നായി തീരുമ്പോൾ അപ്പം തനി ഗഹനമായ വേദാന്ത തത്വമാണ്, സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മ തത്വത്തെക്കുറിച്ചാണ്. ആ പരമാത്മ ചൈതന്യമാണ് നിങ്ങളോടുള്ള കൃപ കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ, ഉണ്ണിയുടെ ഒരു ചെറിയ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇവിടെ ഗുരുവായൂർ പ്രകാശിക്കുന്നത് എന്ന് പറയാണ് അതിനകത്ത്. ഈ ഉണ്ണി പരമകാരുണികനാണ്. എന്താ കാരണം? ആ ഉണ്ണിക്കറിയാം സാധാരണ ജനങ്ങൾക്ക് ഈ കഠിനമായ തത്വജ്ഞാനമൊന്നും, ഈ സത്ത് ചിത്ത് ആനന്ദം, അതിൻ്റെ ചൈതന്യത്തിൻ്റെ അവാന്തര ഭേദങ്ങൾ, അതിൻ്റെ ലക്ഷണം, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് സാധാരണക്കാർക്ക് അത് കഠിനമായ ശാസ്ത്രമാണ്. അതുകൊണ്ട് സാധാരണക്കാരുടെ കൂടെയാണ് എപ്പോഴും ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ പണ്ഡിതന്മാരുടെ കൂടെയല്ല എന്നാണ്, സാധാരണക്കാരുടെ കൂടെ. എന്താ അത്? അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഹന്തഭാഗ്യം ജനാന, അങ്ങനെയാണല്ലോ അവസാനിക്കുന്നത്. ഹന്തഭാഗ്യം ജനാന, പണ്ഡിതന്മാരുടെ കാര്യമല്ല പറഞ്ഞത്, ജനാനാം, സാധാരണ ജനങ്ങൾ. അവർക്ക് മഹാഭാഗ്യമാണ് ഈ കാണുന്നത്. ഗുരുവായൂരപ്പൻ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ആ തത്വജ്ഞാനം മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പാകത്തിന് സച്ചിദാനന്ദ സ്വരൂപനായിട്ട്. ആഞ്ഞ മാധവ നമ്പൂരി പറയാം സച്ചിദാനന്ദ കട്ടാന്ന് പറയാം. ഭാഗവത സപ്താഹം പറയുമ്പോഴേ ആഞ്ഞ മാധവ നമ്പൂരി സച്ചിദാനന്ദ കട്ടാന്നല്ലാണ്ട് ഗുരുവായൂരപ്പനെ വേറൊരു ഇതുകൊണ്ട് വിശേഷിപ്പിക്കില്ല. ഭാഗവതക്കാർ പലരും പലതൊക്കെ പറയും. പക്ഷേ ഇത്ര ഹൃദ്യമായ ഒരു ആവിഷ്കാരം ആഞ്ഞം മാധവൻ നമ്പൂരിയുടെ പോലെയുള്ള ഭാഗവതം, കേരളത്തിലെ സപ്താഹത്തിൻ്റെ സംസ്കാരം ഇവിടെ നമ്മുടെ ഇടയിലൊക്കെ വളരെ ശക്തമായി വ്യാപിപ്പിച്ച ഒരു മഹാചാര്യനായിരുന്നു തിരുനാമാചാര്യനായിട്ടുള്ള ആഞ്ഞം മാധവൻ നമ്പൂരി. അദ്ദേഹത്തിനെ സ്മരിക്കാണ്ട് ഒരു ഭാഗവത സപ്താഹം നടക്കാൻ പാടില്ല. അത്ര തത്വജ്ഞാനിയായിട്ടുള്ള ആളായിരുന്നു, ഭക്താഗ്രണിയായിരുന്നു. ഈ തത്വജ്ഞാനത്തിലേക്ക് എത്താനുള്ളതാണ് ഭക്തി. ഭക്തി കഴിഞ്ഞ് തത്വജ്ഞാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തി വേണോ? ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ മാർഗം സ്വീകരിക്കാറുണ്ടോ? പിന്നെ ആരെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മാർഗം ആവശ്യമില്ല. മാർഗം ഏതിനു വേണ്ടിയുള്ളതാണ്? ലക്ഷ്യത്തിലെത്താനുള്ളതാണ്. അപ്പം ഭക്രിയ വിമുച്യൻ നര എന്നുള്ള ഭാഗവതകാരൻ്റെ, ഇത് ഭാഗവതകാരൻ്റെ മാത്രമൊന്നുമല്ല, ഭാഗവതത്തിന് ആദ്യവും അതിനുശേഷവും ഒക്കെ ഭക്തി തത്വ പ്രസ്ഥാപകങ്ങളായിട്ടുള്ളായിരിക്കുന്ന വലിയ വലിയ സിദ്ധാന്ത ഗ്രന്ഥങ്ങളിൽ, ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഭക്തിയെക്കുറിച്ച് അതിൻ്റെ പല വ്യത്യസ്ത ഷെയ്ഡുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തത്വജ്ഞാനം ഭക്തിയിൽ കൂടെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഭക്തിയിൽ കൂടെ തത്വജ്ഞാനം സമ്പാദിക്കാൻ പറ്റിയതാണ് ഭാഗവതം. ഭാഗവതത്തിലെ എല്ലാ കഥയും ഇത് എന്നെ തത്വമസി എന്ന് പറയുന്ന ഈ മഹാവാക്യത്തിൻ്റെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് കേട്ടോ. തത്വമസി എന്ന് പറയുന്ന ഈ 3 ജീവാത്മാവിൻ്റെ ലക്ഷണങ്ങൾ, പരമാത്മാവിൻ്റെ ലക്ഷണങ്ങൾ, അതൊക്കെ ശാസ്ത്രീയമായിട്ട് പറയേണ്ടതാണ്. അതൊക്കെ പറയുമ്പോൾ ഇതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് മനസ്സിലായാൽ എനിക്ക് എന്തെല്ലാം പരിമിതി ഉണ്ട് എന്നുള്ളത് അപ്പോൾ മനസ്സിലാവും. എൻ്റെ പരിമിതികളൊക്കെ ഈ ജീവാത്മാവിൻ്റെ പരിമിതികളാണ്. ഈ പരിമിതികളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു? നമ്മൾ മായ കൊണ്ട് ഗ്രസ്തമാണെന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ മായയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിലാവുമ്പോൾ പിന്നെ ജീവിക്കേണ്ട, യഥാർത്ഥമാണ് ജീവിതം. ജീവിതം യഥാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇതിനെ വേദസാഹിത്യം ഇതിനെ പറയുന്നത് ഋതം എന്നാണ്. ഋതം സത്യമാണ്, പക്ഷെ സത്യമെല്ലാം ഋതമല്ല. ഇതതിൻ്റെ വ്യത്യാസം. ഋതം സത്യമാണ്, സത്യം എന്തല്ല, സത്യമെല്ലാം ഋതമല്ല. അതായത് ശാശ്വതമായ സത്യത്തെയാണ് ഋതം എന്ന് വേദം പറയുന്നത്. ശാശ്വതമായ സത്യം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അയഥാർത്ഥമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇവിടെ മഹാവാക്യങ്ങൾ, ഈ തത്വമസി ഞാൻ പറഞ്ഞു സാമവേദത്തിലെ മഹാവാക്യമാണത്. ഛാന്തോഗ്യ ഉപനിഷത്തിൽ കൂടെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ വൈദിക സാഹിത്യത്തിന് ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയപ്പോൾ പറയാതെ വിട്ടുപോയ ഒരു കാര്യം, വൈദിക സാഹിത്യം ആദ്യം എഴുതപ്പെടുന്നത് മന്ത്രങ്ങളുടെ രൂപത്തിലാണ്. അതിലുള്ളതാണ് ഇതൊക്കെ. ഈ തത്വമസി, അഹം ബ്രഹ്മാസ്മി മുതലായിട്ടുള്ള മഹാവാക്യങ്ങളൊക്കെ സംഹിതയിലുള്ളതാണ്. സംഹിത വെച്ചാൽ മൂലമന്ത്രം. ആ മന്ത്രങ്ങളുടെ അർത്ഥം ആളുകൾക്ക് മന്ത്രം എഴുതി വലിയ വലിയ ദാർശനികന്മാരായുള്ള ഋഷിമാരാണ് അത് രചിച്ചത്. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ സാധാരണക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ അപ്പോഴാണല്ലോ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം വരിക. അങ്ങനെ ആദ്യമായിട്ട്
അതിനെ കർമ്മപരമായിട്ട് വ്യാഖ്യാനിച്ചു. കർമ്മപരമായിട്ട് വേദത്തിലെ കർമ്മങ്ങൾ എന്താണ്? യാഗങ്ങളാണ്. യാഗം മുന്നോട്ട് വയ്ക്കുന്ന കർമ്മ പദ്ധതി യാഗനിഷ്ഠമാണ്, യാഗ ആധാരമാണ്. യാഗത്തെ അധികരിച്ചുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും പറയുന്നത്. അപ്പോൾ പ്രപഞ്ച ജീവിതം തന്നെ ഒരു യജ്ഞമായിട്ടാണ് വേദം സങ്കല്പിക്കുന്നത്. അപ്പോൾ യജ്ഞത്തിന് വേണ്ടുമ്പോൾ അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ നിഷ്ഠകൾ, അനുഷ്ഠാനങ്ങൾ, ചര്യകൾ, ഇതൊക്കെ അതിൻ്റെ ഒപ്പം വേണം. അങ്ങനെ ആണ് ഈ കാർമ്മികമായിട്ട് വ്യാഖ്യാനിച്ചത് കർമ്മങ്ങൾ. പക്ഷേ കർമ്മത്തിനൊരു കുഴപ്പമുണ്ട്. അത് വ്യാഖ്യാനിച്ച് അങ്ങനെ വന്ന് അവർ സാധാരണക്കാർക്ക് അവരത് കർമ്മപരമായ അർത്ഥമാണ് ഇതിൻ്റെ ശരി എന്ന് ധരിച്ച് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് ചെയ്താൽ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷേ എവർ ലാസ്റ്റിംഗ് അല്ല. എന്താ ഈ ലോങ് ലാസ്റ്റിങ്ങും എവർ ലാസ്റ്റിങ്ങും തമ്മിൽ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. എന്നും നിത്യമായിട്ട് നിലനിൽക്കുന്നതാണ് എവർ ലാസ്റ്റിംഗ്. നിത്യമായിട്ട് അത് നശിക്കില്ല, എവർ ലാസ്റ്റിംഗ്. ലോങ് ലാസ്റ്റിംഗ് എന്നാലോ കുറേ കാലം നിൽക്കും, അത് കഴിഞ്ഞാൽ നശിക്കും. അപ്പോൾ പുണ്യങ്ങളും പാപങ്ങളൊക്കെ അങ്ങനെയാണ്. വലിയ മഹാപുണ്യങ്ങളാണെങ്കിൽ അത് കുറേ കാലം ഉണ്ടാവും, മഹാപാപങ്ങളാണെങ്കിലോ അതിൻ്റെ ദുരിതവും കുറേ കാലത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ ഇവിടെ ഈ എന്താ പറയുക, ഈ വലിയ ചര്യയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വേദം മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യമുണ്ട്. യാഗാദികളൊക്കെ നിങ്ങൾ ചെയ്യാം, പശുമേധാദി യാഗങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ കിട്ടി. പക്ഷേ പുത്രൻ ഉണ്ടാവാൻ ഒരു യാഗം ചെയ്തു, പുത്രകാമേഷ്ടി. അങ്ങനെയൊക്കെ നമ്മൾ പുരാണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പുത്രൻ ഉണ്ടായി, നല്ല പുത്രനാണ്, വളരെ ഉത്തമനായ യോഗ്യനായുള്ള പുത്രൻ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അയാൾ മരിക്കില്ല എന്ന് ഈ യാഗം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അയാൾ മരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലം എവിടെ പോയി? അപ്പോൾ യാഗത്തിൻ്റെ ഫലം മുഴുവൻ അത്ര പൂർണ്ണമൊന്നുമല്ല. അതുകൊണ്ട് യാഗാദികളൊന്നും ചെയ്യേണ്ടെന്നല്ല, അതൊക്കെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറേ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ അത് യാഗവും ചെയ്യേണ്ടി വരും. പക്ഷേ യാഗത്തിൻ്റെ ഫലം ശാശ്വതമാണെന്ന് ധരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്നും കൂടി വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ ആദ്യം യാഗാദിപരമായിട്ട് വ്യാഖ്യാനിച്ചപ്പോഴാണ് വേദത്തിൻ്റെ ഏത് വിഭാഗം ഉണ്ടായത്? ബ്രാഹ്മണങ്ങൾ ഉണ്ടായത്. വേദം സംഹിതാരൂപത്തിലാണ്, മന്ത്രങ്ങളുടെ രൂപത്തിലാണ്. അതിനെ വ്യാഖ്യാനിച്ച് കർമ്മപരമായിട്ട് വ്യാഖ്യാനിച്ചപ്പോഴാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. അതിന് കുറച്ചും കൂടി തത്വചിന്ത ആവശ്യമാണ് ഈ കർമ്മങ്ങളിലേക്ക്. വെറും കർമ്മം ചെയ്താൽ പോരാ, തത്വചിന്ത വേണം എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ഭക്തിയിൽ കൂടെ ഉള്ള ചർച്ചകൾ വന്നത്. പക്ഷെ അന്ന് ഭക്തി എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. വളരെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള കാര്യമായി ഞാൻ പറഞ്ഞത്. ഭക്തി എന്നുള്ളൊരു വാക്കന്നില്ല. അന്ന് വേദത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഉപാസന എന്നാണ്. ആ ഉപാസനയാണ് പിന്നീട് ഭക്തിയായിട്ട് മാറിയത്. ഭക്തിയുടെ പ്രാഗ്രൂപമാണ് ഏത്? ഉപാസന. അങ്ങനെ ഉപാസനാ രൂപത്തിൽ വേദത്തെ വ്യാഖ്യാനിച്ചപ്പോൾ കർമ്മങ്ങളൊക്കെ ഉണ്ട്, കർമ്മത്തിൻ്റെ ഒപ്പം ഭക്തിയും കൂടിയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തി കൂടി ചേർത്ത് വ്യാഖ്യാനിച്ചപ്പോഴാണ് ആരണ്യകങ്ങൾ ഉണ്ടായത്. അപ്പം ആദ്യത്തേത് ബ്രാഹ്മണങ്ങൾ, കർമ്മപരമായ വ്യാഖ്യാനങ്ങൾ. പിന്നെ ഭക്തിയും കൂടി ചേർന്നിട്ടുള്ള വ്യാഖ്യാനം വന്നപ്പോൾ എന്തു വന്നു? ആരണ്യകങ്ങൾ ഉണ്ടായി. അപ്പോഴൊക്കെ അരണ്യങ്ങളിൽ വെച്ചാണ് എഴുതപ്പെട്ടത്. കാടുകളിൽ, വനാന്തരങ്ങളിൽ, ഏകാന്തതയിൽ ഋഷിമാർ എഴുതിയതാണ് അതാണ് ആരണ്യകം എന്നതിന് പേര് വന്നത്. അതിനുശേഷം ഭക്തി ഉണ്ടായാലും പോരാ. ഭക്തി നമുക്ക് പലതരത്തിലുള്ള ഭക്തികളുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പരീക്ഷ പാസ്സാവണം, നമുക്ക് ഇന്ന ലോട്ടറി അടിക്കണം, ഇന്ന കാര്യങ്ങൾ നേടണം, നല്ല ഭാര്യ ഉണ്ടാവണം, നല്ല മക്കൾ ഉണ്ടാവണം. ലിസ്റ്റ് വളരെ നീണ്ടതാണ്. ഒരു പേപ്പറൊന്നും മതിയാവില്ല എഴുതാൻ, അത്ര അധികം നമുക്ക് എഴുതാനുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ ഈ ലിസ്റ്റ് അങ്ങ് വായിക്കുകയാണ്. ഭഗവാൻ ഇനി കേട്ടില്ലെങ്കിലോ നമ്മൾ വീട്ടിലിരുന്ന് പറഞ്ഞാൽ
അപ്പം അതുകൊണ്ട് മുമ്പിൽ നിന്ന് പ്രത്യക്ഷമായിട്ട് നേരെ മുമ്പിൽ നിന്ന് മറ്റുള്ളവരെയൊക്കെ തള്ളി മാറ്റി, മറ്റ് ഭക്തജനങ്ങളെയൊക്കെ തള്ളി മാറ്റി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ കാര്യങ്ങൾ ഇത് മുഴുവൻ നേടാൻ ഞാൻ ഈ ലിസ്റ്റൊക്കെ വായിക്കുകയാണ്. ഭഗവാൻ ഇതൊക്കെ കേട്ടു. അപ്പോഴും ചിരിക്കുന്നുണ്ട് ഭഗവാൻ അല്ലേ. ഗുരുവായൂരപ്പൻ്റെ ചിരി എപ്പോഴും ഉണ്ട്, ഒരു ചിരിക്കൊരു കുറവുമില്ല. പക്ഷെ ഓരോ സമയത്തെയും ചിരിക്കും ഓരോ അർത്ഥം. ഈ ലിസ്റ്റ് വായിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ലിസ്റ്റ് വായിക്കണമെന്ന് മാത്രമല്ല, വേറൊരു ലിസ്റ്റും കൂടി നമ്മൾ കൊണ്ടുപോകും. എന്താ അറിയോ? എൻ്റെ അയൽവാസിക്ക് കൊടുക്കാൻ പാടാത്തത് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഒരു ലിസ്റ്റ്. അതാദ്യം വായിക്കും, പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ വായിക്കുള്ളൂ. മനുഷ്യൻ അത്ര കണ്ട് വളർന്നുണ്ട്. നമ്മുടെ സ്വാർത്ഥത്തിൻ്റെ ഗതി പറയാൻ ഞാൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു വളർച്ചയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊരു തരം ഭക്തി. ഭാഗവതത്തിൽ 3 തരത്തിലുള്ള ഭക്തന്മാരെ പറയും ഇല്ലേ? ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പിന്നെ അധമ ഭക്തൻ എന്ന് പറയില്ല. അധമൻ, ഭക്തിയുള്ള ഒരാളെ അധമൻ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് പ്രാകൃത ഭക്തൻ. പ്രാകൃതം എന്ന് വെച്ചാൽ പ്രാഥമികമായിട്ടുള്ള അവസ്ഥയിലുള്ള ആൾ എന്നർത്ഥം. അയാൾ ഭക്തി തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അയാൾ ബിംബങ്ങൾ വയ്ക്കുക, ഇതൊക്കെ വയ്ക്കുക, മാലയിടുക, പുഷ്പം ചാർത്തുക, പൂജ കഴിക്കുക, തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്നത് വേണമെന്ന് പറയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അവനവന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയണ്ട. മറ്റൊരാൾക്ക് വേണ്ടതെന്ന് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ട കാര്യം പ്രാകൃത ഭക്തൻ അത്രയാവാം, അതുവരെയൊക്കെ ആയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആൾ അങ്ങനെയല്ല. മധ്യമനാവുമ്പോഴേക്കും അയാൾ എങ്ങനെയായിരിക്കണം? അയാൾക്ക് സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ അപ്പുറത്തുള്ള എൻ്റേതല്ലാത്ത, എൻ്റെ കൂടെയുള്ള ഈ സഹജീവികളുടെ, പ്രപഞ്ചത്തിൽ എൻ്റെ ഒപ്പം ജീവിക്കുന്നവർ, അവർക്കൊക്കെ എന്ത് വേണം, അതിനെക്കുറിച്ചും ഒരു ചിന്ത വേണം. അങ്ങനെ ആകുമ്പോഴേ ഉയർന്ന ലെവലിലേക്ക് വരുള്ളൂ. പിന്നെ ഒന്നും കൂടി ഉയരാനുണ്ട്. അത് ഭക്തി കൊണ്ട് തന്നെ ഉയരേണ്ടതാണ്. ആദ്യമൊക്കെ നമ്മൾ പ്രാകൃത ഭക്തന്മാരായിരിക്കും, പിന്നെ ഒരു മധ്യമ ശ്രേണിയിലേക്ക് വരും, ഉയർന്നു വരും. പിന്നെ അവിടുന്ന് ഒന്നും കൂടി കയറും. നമ്മൾ ഭക്തി നിഷ്കാമമാവുമ്പോൾ പൂർണ്ണമായിട്ട് നിഷ്കാമമാവണം. ഭക്തി പൂർണ്ണമായിട്ട് യാതൊരു കാമനകളും ഇല്ലാതെ, യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ, ഭഗവാനെ നല്ല ഭക്തി തരണേന്ന് ചിലപ്പോൾ അത് തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയും. എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ പറയാറ്. ഭക്തി തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം എന്താ? ഭക്തി വേണമെന്നൊരു സ്വാർത്ഥമായാലോ, സ്വാർത്ഥത്തിൻ്റെ അംശമേ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഭഗവാനേന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്നാണ്. വേറെ ഒന്നും, മറ്റൊക്കെ ആകുമ്പോൾ ഒരു യാചന അതിൽ വരും, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന വേണ്ട, അതിന് സ്വാർത്ഥത്തിൻ്റെ അംശം വരും. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. ഇങ്ങനെ അവസാനം ഉത്തമ ഭക്തനാവുമ്പോൾ അയാൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യമായിട്ട് തോന്നും. എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ ഭഗവാനെ വേറെ കാണുമൊന്നും വേണ്ട, ഇങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് പറയും. കാരണം എന്താ? അത് ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ആ ഭഗവാന്റെ ചൈതന്യമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്, ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് നിങ്ങൾ ഓരോ വ്യക്തികളിലും പ്രതിഫലിച്ച് പ്രകാശിച്ചുകൊണ്ട് ആനന്ദം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അങ്ങനെ പരമഭക്തനാകും. ഇത് കഴിഞ്ഞ് ഒരവസ്ഥയുണ്ട്. അതാണ് ഭാഗവതകാരൻ നിഷ്കർഷിക്കുന്ന മറ്റേ ഭിക്ഷുഗീതമൊക്കെ ഇല്ലേ ഭാഗവതത്തിൽ? ഭിക്ഷുഗീതത്തിലൊക്കെ ആ ഭിക്ഷു പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെയും ഏതൊരു ആനന്ദം ഉണ്ട് കേട്ടോ. ആ ആനന്ദം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിഷ്കളോപാസനയിലേക്ക് വരും എന്നതാണ്. സകളോപാസന കഴിഞ്ഞ് ഭഗവാന് മൂർത്തി രൂപങ്ങളൊക്കെ നൽകുന്നതൊക്കെ ഇല്ലാണ്ട് അതൊക്കെ പോയി. നമ്മളിപ്പോൾ ഭഗവാനെ സങ്കല്പിക്കണമെങ്കിൽ നമുക്കൊരു രൂപം വേണ്ടേ? രൂപനാമങ്ങൾ തന്നെ നമ്മളെ അനർത്ഥമാക്കുന്നതാണ്. ലോകത്തിലുള്ള രൂപവും നാമമാണ് ഒരേ ചൈതന്യം. ഒരു ചൈതന്യം തന്നെ പല രൂപത്തിൽ, ഇപ്പം നിങ്ങളുടെ പല രൂപത്തിലല്ലേ ഇരിക്കണേ, ഒരേ ചൈതന്യം. അപ്പം രൂപങ്ങൾ വേറെ, ഭാവങ്ങൾ വേറെ. അപ്പം നമ്മളെയൊക്കെ വഴിതെറ്റിക്കുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് ഈ രൂപനാമങ്ങളിൽ നിന്നൊക്കെ വിട്ട് അതൊന്നുമില്ലാതെ ഒരു ഉപാസനയുണ്ട്. ആ ഉപാസനയാണ് വാസ്തവത്തിൽ നിഷ്കളോപാസന എന്ന് പറയുന്നത്. നിർവികൽപ്പക സമാധിയിലുണ്ടാവുന്നതാണ്. നമ്മൾ സമാധി ഇങ്ങനെ മൂത്ത് സമാധി തുടങ്ങണത് സഗുണോപാസനയിലാണ്. അവിടെ ഈ പ്രാകൃത ഭക്തൻ, മധ്യമ ഭക്തൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പല സ്റ്റേജിൽ കൂടെ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് വളർന്ന് വന്ന് അങ്ങനെ ഉത്തമ ഭക്തിയും കഴിഞ്ഞ് നാരദനും ശുഗനും ഒക്കെയുള്ള പോലെ
എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് മേൽപ്പത്തൂര്? സഞ്ചരേമ ശുകനാരദാധിപർ, അല്ലേ? ശുകനെ പോലെ നാരദനെ പോലെ ലോകത്തിൽ സഞ്ചരിക്കുക. അവരെങ്ങനെയാ സഞ്ചരിക്കണത്? നമ്മളെപ്പോലെയൊക്കെ തന്നെ 2 കാലും മേലെ തന്നെയല്ലേ ഒക്കെ സഞ്ചരിക്കുന്നത്? എന്താ വ്യത്യാസം? അല്ല, വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഇതാണ്. നമുക്ക് പിന്നെ തത്വജ്ഞാനം ഉണ്ടായി വയ്ക്കുക, അത് കഴിഞ്ഞാൽ പിന്നൊന്നും വേണ്ട. ഭഗവാനെ നമ്മൾ ഉപേക്ഷിക്കും. ഞാൻ പരമതത്വജ്ഞാനിയായിട്ട് മാറി, ഇനി മേലെ എനിക്ക് ഭഗവാനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? തത്വജ്ഞാനം ഉണ്ടാവലാണല്ലോ നമുക്ക് ആവശ്യം. അതിനാണല്ലോ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നത്. തത്വജ്ഞാനം തരണേ, മോക്ഷം തരണേ എന്നാണ്. ഈ മോക്ഷം തത്വജ്ഞാനം ഒന്നാണ്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ സ്മരിക്കണം എന്തിനാ? പിന്നെ ഭഗവാൻ ആവശ്യമുണ്ടോ? പിന്നെയും ഭഗവാൻ ആവശ്യമുണ്ട് എന്നാണ്. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ചുരുക്കമാണ് മേൽപ്പത്തൂര് സഞ്ചരേമ ശുകനാരദാധിപത് എന്ന് സൂത്രരൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെ വ്യാഖ്യാനിച്ചാൽ എത്ര ഒരു ഗ്രന്ഥം തന്നെ എഴുതാം. അവിടെ തത്വജ്ഞാനി ആയതിനു ശേഷവും പരമഭക്തനായിട്ട് സാധാരണക്കാരെ പോലെ അവർ വളരെ അസാധാരണന്മാരാണ്. കാരണം എന്താ? ശുകനും വ്യാസനും വരുന്ന സമയത്തുള്ള ഒരു കഥയെക്കുറിച്ച് പറയാറില്ലേ? ഭാഗവതത്തിൽ നിന്നുള്ള കഥയാണ്. വ്യാസൻ വളരെ പ്രായമായിട്ട് മുത്തശ്ശനായി, വളരെ താടി നിലയൊക്കെ നരച്ച് വളരെ വയസ്സായ ആളാണ്. അയാൾ ഈ സരസിൻ്റെ തീരത്തു കൂടെ പോകുമ്പോൾ സരസിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപസ്ത്രീകൾ ഓടിച്ചെന്ന് വസ്ത്രങ്ങൾക്ക് എടുത്തു കൊടുക്കുകയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് കൂടെ ശുകൻ വെറും 16 വയസ്സായ ആള്, അതും ദിഗംബരനായിട്ട് യാതൊരു വസ്ത്രങ്ങളും ഇല്ലാതെ അദ്ദേഹം അതിൻ്റെ സമീപത്ത് കൂടെ പോകുമ്പോൾ ഈ ഗോപസ്ത്രീകൾക്ക് യാതൊരു മാറ്റമില്ല. അവർ തത്വജ്ഞാനികളായിട്ട് മാറി. ശുകനെ പോലെ ശുകനെ പ്രപഞ്ചമൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. നോക്കൂ, എന്തൊരു ജീവിതത്തിൻ്റെ ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ഇത് എന്താണ് ഈ ആത്മചൈതന്യത്തിൻ്റെ അനുഭവതലം എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വ്യാസന് അത്രയും പക്വത വന്നിട്ടില്ല എന്നർത്ഥം. വ്യാസനെ കാണുമ്പോഴേക്കും അവർ വസ്ത്രം എടുക്കുന്നു. ശുകനെ കാണുമ്പോൾ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണുന്ന പോലെ അവർക്കുള്ളൂ. അങ്ങേറ്റം. അപ്പോൾ തത്വജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റത്തെ പദവിയിലെ ശുകനെ പോലെ ഇനി അതിനേക്കാൾ വലിയൊരാളുണ്ടോ? ശുകനേക്കാളും വേറെയുണ്ടോ? വ്യാസൻ സംശയം വന്നാൽ ചോദിക്കുന്നത് തൻ്റെ മകനായിട്ടുള്ള ശുകനോടാണ്. സംശയങ്ങൾ തീർക്കുന്നത്, തത്വജ്ഞാനത്തിലെ പല ഗ്രന്ഥികളെയും മുറിക്കാൻ വ്യാസൻ അന്വേഷിക്കുന്നത് ശുകനോടാണ്. 16 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹമാണ് ആദ്യം ഭാഗവത സപ്താഹം നടത്തുന്ന ആൾ, അല്ലേ? സപ്താഹങ്ങൾ അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ സപ്താഹ രൂപത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആദ്യം നടത്തുന്നത് ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് തൻ്റെ പ്രാപഞ്ചിക വൈഭവങ്ങളൊക്കെ താഴിച്ച് തൃപ്പാദത്തിൽ വെച്ച്, ഭഗവത് തൃപ്പാദത്തിൽ വെച്ച് അങ്ങേയറ്റത്തെ തപ്തനായിട്ടിരിക്കുന്ന പരീക്ഷത്തിനെ മരണം ഇങ്ങനെ ആസന്നമായി മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ തത്വജ്ഞാനത്തെക്കുറിച്ച് എങ്ങനെ നോക്കിക്കാണും? നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. മരണം എന്നാ ദിവസമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ മരിക്കും, അല്ലേ? നമുക്ക് ആകെ അറിയാത്തൊരു കാര്യം മരണത്തെക്കുറിച്ച് മാത്രമാണ്. മഹാഭാരതത്തിലെ ഒരു വലിയ ചോദ്യമുണ്ട്. ധർമ്മപുത്രരെ പരീക്ഷിക്കുന്ന യമധർമ്മരാജാവിൻ്റെ യക്ഷപ്രശ്നം എന്ന് പറയും. ഈ കുട്ടി മരിച്ച പാണ്ഡവന്മാരെയൊക്കെ ജനിപ്പിക്കണമെങ്കിൽ ഇതിനൊക്കെ എല്ലാം ഉത്തരം പറയണം എന്ന് പറയണം. ഈ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയുന്നത് യമധർമ്മരാജാവ് പറയാണ്. അങ്ങനെ യമധർമ്മരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായൊരു ചോദ്യം പ്രാപഞ്ചികന്മാരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ത് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ത് എന്നാണ് ധർമ്മപുത്രരോട് ചോദിക്കുന്നത്. തൻ്റെ മകനോടാണ് ചോദിക്കണേ യമധർമ്മരാജാവ്. ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് ധർമ്മപുത്രർ. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ഒരു മറുപടിയും അദ്ദേഹം പഠിച്ചിട്ടില്ല. 100 ചോദ്യങ്ങളാണ്. 100 ചോദ്യങ്ങൾ കൃത്യമായ അർത്ഥം പറഞ്ഞു. ഉത്തരത്തിനുള്ള ശരിയായ ഉത്തരം എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം? നമുക്ക് മരണത്തെക്കുറിച്ച് മാത്രം അറിയില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോൾ മരിക്കും?
ഇതറിഞ്ഞാൽ പിന്നെ ജീവിതം ദുസ്സഹമാണ്, വലിയ ക്ലേശമാണ്. ഓരോ നിമിഷവും യുഗസദൃശമായി മാറും നമുക്ക്. അങ്ങനെയുള്ള പരീക്ഷിത്താണ് മുമ്പിലിരിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം, ശാപം കൊണ്ട് ഇന്ന ദിവസമാണ് തൻ്റെ മരണം. അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യജന്മം കിട്ടിയാൽ താൻ തൻ്റെ കടമ, തൻ്റെ ഉത്തരവാദിത്വം, ആ ജീവാത്മ ചൈതന്യത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പരമാത്മ തത്വത്തെ ശരിയായിട്ട് മനസ്സിലാക്കലാണ്, അതിൻ്റെ ഐക്യത്തെ മനസ്സിലാക്കലാണ്, അതിൻ്റെ അഭേദം മനസ്സിലാക്കലാണ്. ഇത് രണ്ടും വേറെയല്ല എന്നുള്ള തത്വജ്ഞാനമാണ്. അതുകൊണ്ടാണ് ആ തത്വജ്ഞാനം പൂർണ്ണമായും ഗ്രഹിച്ചപ്പോൾ ഈ ദർഭ വിരിച്ച് ആ ദർഭയിലിരിക്കുന്ന ഈ മഹാരാജാവ്, പരമഭക്തനായ മഹാരാജാവ്, സർവസംഘ ത്യാഗിയായി മാറിയ ഈ മഹാരാജാവ്, അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ച് ഇരുന്ന മഹാരാജാവിന് അദ്ദേഹത്തിനൊരു പ്രയാസം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ തക്ഷകൻ കടിച്ച് വിഷം ശരീരത്തിൽ കയറി അഗ്നിയിൽ അത് കത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ കാണുക. അങ്ങനെ നമുക്ക് മരിക്കാൻ പറ്റുമോ? നമ്മുടെ ശരീരം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മരിച്ചതിന് ശേഷമാണ് കൊണ്ടുവയ്ക്കണത്. പരീക്ഷത്തിന് അങ്ങനെയല്ല ഉണ്ടായി. പരീക്ഷത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് തൻ്റെ ചൈതന്യം വേറെ, താൻ വേറെ, തൻ്റെ ശരീരം വേറെ, താൻ വേറെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാണ്, ഞാനല്ല, ഞാൻ വേറെയാണ്. ആ തത്വജ്ഞാനം, ആ പ്രപഞ്ച ചൈതന്യത്തെ താൻ സ്വാംശീകരിച്ച് അത് നീ അതാകുന്നു എന്ന തത്വമസിയുടെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൻ്റെ, അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യത്തിൻ്റെ, പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിൻ്റെ, ഈ 4 മഹാവാക്യങ്ങളുടെ പരമമായ തത്വം എന്ന് പറയുന്നത് ജീവചൈതന്യം തന്നെയാണ്. ജീവചൈതന്യം വാസ്തവത്തിൽ എന്താണ്? പരമചൈതന്യമാണ്. നീ ചെറുതായിട്ട് നിനക്ക് തോന്നുന്നു, വാസ്തവത്തിൽ നീ ചെറുതല്ല, നീ വലുതാണ്. നീ അനന്തമായി പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചൈതന്യ സാക്ഷിയാണ്, ചൈതന്യ തത്വമാണ്. വിഷ്ണു സഹസ്രനാമം തുടങ്ങുമ്പോൾ ഭഗവാന് അനവധി പേരുകളുണ്ടെങ്കിലും ആദ്യം പറയുന്ന പേരേതാ? വിശ്വം എന്നാണ്. വിശ്വം വിഷ്ണുർ വഷട്കാരോ. ഭീഷ്മസ്തുതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു നേരത്തെ. ഭീഷ്മസ്തുതിയിൽ ഭീഷ്മരാദ്യം പറയണത് ഈ പ്രപഞ്ചമാണ് നമ്മുടെ ഗുരു, ഈ പ്രപഞ്ചമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ താത്വികമായ വിഷയങ്ങളൊന്നും നമ്മൾ അറിയുമായിരുന്നില്ല. ശങ്കരാചാര്യര് ഒരു വെറും 25-26 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിന് ജഗദ്ഗുരു എന്ന പട്ടം കിട്ടുന്നത്. ജഗത്തിൻ്റെ മുഴുവൻ ഗുരു, ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ എന്നാണല്ലോ അദ്ദേഹത്തെ പറയാം, ജഗദ്ഗുരു. അദ്ദേഹം 5 മിനിറ്റിൽ അവസാനിപ്പിക്കാം. ശങ്കരാചാര്യര് അദ്ദേഹത്തിന് ഈ ജഗദ്ഗുരു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇത്ര വലിയ മഹാനാണോ? ഈ 25-26 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മഹാപണ്ഡിതന്മാരായിട്ട് 60, 70, 80 വയസ്സായിട്ടുള്ള ആളുകൾ ന്യായവും വേദാന്തവും മീമാംസയും ഒക്കെ വലിയ വലിയ ദർശനങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഏതൊക്കെ കടഞ്ഞെടുത്ത് പഠിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് അസൂയ തോന്നി. ഇയാൾ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ വെറുതെ ഇയാൾ സ്വയം ഒരു അഭിമാനത്തിന് സ്വയം ഒരു മേനി നടിക്കണതാണ്. ഇയാൾ ഒരു 26 വയസ്സായൊരു മനുഷ്യന് എന്തുണ്ടാവും? ഇയാളെ ഒന്ന് പരീക്ഷിക്കണം, ഇയാൾ ജഗദ്ഗുരു അല്ലാന്ന് ഇയാളെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി കാശിയിൽ ഒരു ശാസ്ത്ര സദസ്സിലേക്ക് ശങ്കരാചാര്യരെ ക്ഷണിച്ചു. ശങ്കരാചാര്യർ അവിടെ പോയി. ഒരു സുമുഖനും സുന്ദരനും തത്വജ്ഞാനം അങ്ങനെ മുഖത്തിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തന്നെ ഈ ശങ്കരാചാര്യർ വന്നാൽ ഞങ്ങൾ എണീക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ബഹുമാനമായി പോവില്ലേ? ബഹുമാനിക്കേണ്ട ആളല്ല ഇയാൾ. അതുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നവരൊക്കെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ കുറച്ച് എണീക്കാൻ തുടങ്ങി. എല്ലാ പ്രായമായവരും എഴുന്നേറ്റു. ശങ്കരാചാര്യർ അവിടെ വന്നിരുന്നു. എല്ലാവരും ഇരുന്നതിന് ശേഷമാണ് ശങ്കരാചാര്യർ ഇരുന്നത്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അന്തസ്സാരമൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നുണ്ടല്ലോ. കാരണം എന്താ, ഞങ്ങളൊക്കെ ഇരുന്നതിന് ശേഷമേ ഇദ്ദേഹം ഇരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു പണ്ഡിതന്മാർ. ഇദ്ദേഹം വലിയ വേദാന്ത ജ്ഞാനിയൊക്കെയാണ്. ഇദ്ദേഹം ജഗദ്ഗുരു ആണെന്നാണ് പറയണത്.
ആരാണ് ഒരു ജഗദ്ഗുരു? സമസ്ത വിജ്ഞാനങ്ങളും അതിൻ്റെ വിളനിലമായി അതിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ മഹാഗുരു. അങ്ങനെയുള്ള ഒരാളെയല്ലേ ജഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം. അതല്ലേ ജഗദ്ഗുരു എന്ന് പറയാൻ പറ്റുള്ളൂ. ജഗത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് എത്രയുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ കടൽ കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ MA കഴിഞ്ഞു PhD കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. PhD ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ വിചാരം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, എല്ലാം മനസ്സിലാക്കി. ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഒന്നും മനസ്സിലായില്ല എന്നുള്ള മനസ്സിലാവലാണ് PhD. അപ്പം നമ്മൾ ഒരു കടലിനെ കണ്ടു എന്ന് പറയും. നമ്മൾ കടൽ കണ്ടു എന്ന് പറയാറില്ലേ? കടലിൻ്റെ പക്കത്തിൽ നിന്ന് കടലിൻ്റെ വക്ക കണ്ടത്. കടൽ മുഴുവൻ നമ്മൾ കണ്ടോ? പക്ഷെ നമ്മൾ പറയാൻ എങ്ങനെയാ? കടൽ കണ്ടു എന്നാണ്. ഇതുപോലെയാണ് നമ്മൾ അറിവിൻ്റെ എല്ലാറ്റിൻ്റെയും കഥ. അപ്പോൾ ശങ്കരാചാര്യരെ അവതരിപ്പിച്ച് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം എല്ലാവരും ഇദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട്, ഈ ജഗദ്ഗുരു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ ശങ്കരാചാര്യ ശാസ്ത്ര ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായിട്ട് അദ്ദേഹം സംസാരിക്കുക. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജഗദ്ഗുരുവാണ് ആദ്യം പറഞ്ഞത്. ഇപ്പം എല്ലാവർക്കും വലിയ ആങ്സൈറ്റി ആയി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം സ്വയം ഈ അഹങ്കാരിയായിട്ട് ഞാൻ ജഗത്തിൻ്റെ മുഴുവൻ ഗുരുവാണെന്ന് ഒരു ചെറിയ കുട്ടി പറയണം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, വളരെ നിസ്സാരമാണ് ഇതിൻ്റെ കാര്യം. നിങ്ങളെല്ലാവർക്കും ജഗദ്ഗുരു ആവാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ആ പദത്തിന്. ജഗത്തിൻ്റെ ഗുരു എന്നാണല്ലോ നിങ്ങൾ ജഗദ്ഗുരു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. ജഗത്താകുന്ന ഗുരുവോട് കൂടിയവൻ എന്നാണ് അതിനെ വിഗ്രഹിക്കേണ്ടത്. അതിനർത്ഥം പറയുന്നത് ജഗത്താകുന്ന ഗുരുവോട് കൂടിയവൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ജഗത്ത് മുഴുവൻ ഗുരു, ഞാൻ മാത്രം ശിഷ്യൻ. ഞാൻ എല്ലാവരുടെയും ശിഷ്യൻ. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ആളുകളുടെയും എല്ലാ വ്യക്തികളുടെയും എല്ലാ പ്രാണിജാലങ്ങളുടെയും, മനുഷ്യരുടെ മാത്രമല്ല, വലിയ നിസ്സാരമായുള്ള കൃമി കീടങ്ങൾ വരെ നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? ഭാഗവതം തന്നെ പറയുന്നില്ലേ, 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയാനോടത്ത് പകുതിയിലധികം കൃമി കീടങ്ങളാണ് നമ്മുടെ ഗുരുനാഥന്മാർ. തേനീച്ച നിസ്സാരാന്ന് തോന്നും, പക്ഷെ തേനീച്ച എത്ര വലിയൊരു തത്വമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തേനീച്ച എന്താ ചെയ്യണത്? അത് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ഓരോ പുഷ്പത്തിലെയും തേൻ സമ്പാദിച്ച് അതുകൊണ്ട് അടയിൽ നിക്ഷേപിക്കുകയാണ്. അത് ലേശെങ്കിലും അത് കുടിച്ച് നോക്കണില്ല. ഇത്രയും നല്ല സാധനം ഇത്രയും അധ്വാനിച്ചുണ്ടാക്കി നമ്മൾ പണമൊക്കെ ഉണ്ടാക്കിയ പണം കുറച്ച് നമ്മൾ അനുഭവിക്കണ്ടേ? അതനുഭവിക്കണില്ല. എന്നാൽ മറ്റാർക്കെങ്കിലും കൊടുക്കണ്ടേ? നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്നാൽ മറ്റാർക്കെങ്കിലും കൊടുക്കുക, അതുമില്ല. എന്നിട്ട് നമ്മൾ ബാങ്കിൽ ഇങ്ങനെ ഇട്ട് സൂക്ഷിക്കുക. അല്ലേ വീട്ടിൽ, പണ്ട് ബാങ്കൊന്നും ഇല്ലല്ലോ, വീട്ടിൽ വലിയ അലമാരിൽ ഇതൊക്കെ സൂക്ഷിക്കുക. സ്വർണ്ണമായിട്ടും വെള്ളിയായിട്ടും കറൻസി ആയിട്ടൊക്കെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള ആൾക്ക് എന്താ സംഭവിക്കുക? അങ്ങനെയുള്ള ആൾക്കുള്ള ആപത്ത് ചെറിയ ആപത്തല്ല. ഒരു ദിവസം കൊള്ളക്കാർ വന്ന് അയാളെ തട്ടി അയാളുടെ സ്വത്ത് മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകും. ഇതാണ് ഉണ്ടാവുന്നത് പ്രപഞ്ചത്തിൽ. അപ്പം പണം ഉണ്ടായാൽ ആദ്യം വേണ്ടത് ഒന്നും പറ്റിയില്ലെങ്കിലും അവനവനെങ്കിലും അനുഭവിക്കുക. നമ്മൾ അധ്വാനിച്ചിട്ടാണല്ലോ നമുക്ക് കിട്ടിയത്, നമ്മൾ അനുഭവിക്കുക. അത് അത്ര കേമൊന്നുമല്ല, എന്നാലും മോശമല്ല. പക്ഷേ പണം ഉണ്ടായാൽ കുറേ കൂടി ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യമുണ്ട്. അതാ മറ്റുള്ളവർക്ക് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക്. ആവശ്യം പലർക്കും ഉണ്ടല്ലോ, അപ്പം അത് അവർക്ക് കൊടുക്കുക. അതും കൊടുക്കാൻ മനസ്സില്ലാത്തവർ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കും. സൂക്ഷിച്ചു വെച്ചാൽ തേനീച്ചയുടെ ഫലമാണ്. തേനീച്ച സ്വയം അനുഭവിക്കണില്ല, മറ്റുള്ളവർക്ക് കൊടുക്കണമില്ല, അതുകൊണ്ട് അടയിൽ നിക്ഷേപിക്കുകയാണ്. ഒക്കെ സൂക്ഷിക്കുക. ഈ സൂക്ഷിക്കണോണ്ട് എന്താ ഉണ്ടാവണേ? ഒരു ദിവസം വേടൻ വന്ന് തീയിട്ട് ഈച്ചകളെ മുഴുവൻ കൊന്ന് ആ അട അങ്ങനെ എടുത്തോളൂ. നോക്കൂ, ഒരു തേനീച്ച നിസ്സാര ജീവി നമ്മളെ പഠിപ്പിക്കണത് പണം ഉണ്ടായാൽ അതിൻ്റെ പ്രയോജനം എന്ത്? നിങ്ങൾക്ക് ധനം ഉണ്ടാകുമ്പോൾ ധനം എങ്ങനെ സാർത്ഥകമായി നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ശ്രേയസ്സിന് കാരണമാക്കുന്ന രീതിയിൽ എങ്ങനെ ധനം ഉപയോഗിക്കാം, കൃത്യമായിട്ടുള്ള ഉപദേശം. ഇങ്ങനെ ഭാഗവതത്തിലെ ഉപദേശങ്ങൾ 24 ഗുരുക്കന്മാരെ പറയുന്നുണ്ട്. അതൊന്നും അല്ലാണ്ട് ഗീതകൾ കുറേ ഉണ്ടല്ലോ അതിൽ ഭാഗവതത്തിൽ. ഭിക്ഷുഗീത അങ്ങനെ തുടങ്ങിയിട്ട് അതിലൊക്കെ ഈ തത്വജ്ഞാനത്തെ വലിയ
ഒരളവിൽ വലിയൊരു ക്യാൻവാസിൽ നമുക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. കാവ്യം ചിലപ്പോൾ ഒരു വലിയൊരു ചിത്രകല പോലെയായിട്ട് മാറും. കാവ്യരചനയുടെ അതിൻ്റെ രസാസ്വാദം, അത് രസാസ്വാദം എന്ന് പറയാൻ ഭാഗവതം ശാസ്ത്രം മാത്രമല്ല, അത് കാവ്യം കൂടിയാണെന്ന് പറയാനാണ്. കാവ്യമാകുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ, ശാസ്ത്രത്തിൽ രസം ഉണ്ടാവില്ല. 4 4 8 എന്ന് പറഞ്ഞതിന് വല്ലാതെ രസമുണ്ടോ? രസമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാവ്യം പറയുമ്പോൾ അങ്ങനെയല്ല, രസമയമാണ്. അതാണ് പിബത ഭാഗവതം രസമാലയം. ഭഗവാൻ ആദ്യം തന്നെ പറയണതാണ് പിബത ഭാഗവതം രസമാലയം. രസം ഉണ്ടെന്ന് മാത്രമല്ല പറഞ്ഞത്, രസത്തിൻ്റെ ഒരേ ഒരു ഇരിപ്പിടാണെന്നാണ്. ഭാഗവതം രസത്തിൻ്റെ ഒരേ ഒരു ഇരിപ്പിടാണ്. ഏത് രസം? ഭക്തി രസം. മറ്റുള്ള രസങ്ങളിൽ കാണാം ക്രോധം, രൗദ്രം, ഹാസ്യം, ഇങ്ങനെയുള്ള പല ചിത്തവൃത്തികളും പല രസങ്ങളും ഭാവങ്ങളൊക്കെ കാണാം. പക്ഷെ അതൊക്കെ ഭക്തിക്ക് അംഗമായിട്ടാണ്, ഭക്തിയെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭക്തിയാണ് അംഗീയായിട്ടുള്ള വ്യാപ്തമായ ഭാഗവതത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന രസം ഭക്തിയാണ്. ഈ ഭക്തിയിൽ കൂടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ, അതും ഞാൻ ഭീഷ്മ പിതാമഹൻ്റെ കഥ ആവിഷ്കരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ആ തിരസ്കരണി മാറി, അതായത് മായ എന്ന് പറയുന്ന തിരസ്കരണി മാറുമ്പോൾ നിങ്ങളുടെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. അതിൻ്റെ ഉദാഹരണം, നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബം കാണുന്നു. ആ കണ്ണാടി മാറ്റുമ്പോൾ ആ പ്രതിബിംബം എവിടെ ലയിക്കുന്നു? ബിംബത്തിൽ ലയിക്കുന്നു. ഈ ജീവാത്മാവ് ഏതിൻ്റെ പ്രതിബിംബമാണ്? പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ്, ഈശ്വരൻ്റെ പ്രതിബിംബമാണ്. നമ്മളൊക്കെ മരിക്കുമ്പോൾ നമുക്കൊരു മരണവും സംഭവിക്കുന്നില്ല, നമ്മൾ മരിക്കുന്നില്ല, നമ്മുടെ ശരീരമേ നശിക്കുന്നുള്ളൂ. ഇതാണ് പരീക്ഷത്ത് പറഞ്ഞത്, പരീക്ഷത്ത് കാണിച്ചു തന്നതാണ്. ശുഗൻ അതാണ് ഉപദേശിച്ചത്. പരീക്ഷത്തെ, അങ്ങയ്ക്ക് മരണമില്ല, അങ്ങയുടെ ശരീരം നശിക്കും, ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ നശിക്കും. ശരീരം ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് അത് നശിക്കണം. ലോകത്തിൻ്റെ സ്വഭാവമാണ്, ഉൽപ്പത്തിയുള്ളതിനൊക്കെ എന്തുണ്ട്? നാശമുണ്ട്. ഈ വലിയ തത്വമാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. എന്നാൽ നശിക്കാത്ത ഒന്നുണ്ട്, എന്താണ്? സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം എന്നൊക്കെ പറഞ്ഞതുപോലെ സത്തും ചിത്തും ആനന്ദവുമായ ആ ഒരേ ഒരു തത്വം, അത് പരമാത്മതത്വമാണ്. ആ പരമാത്മതത്വം തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ, നമ്മുടെ മായ കൊണ്ട് നമുക്ക് തോന്നുകയാണ് നമ്മൾ ജീവാത്മാവാണെന്ന്. നമ്മൾ ജീവാത്മാവല്ല, നമ്മൾ പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ആ പരമമായ ആനന്ദം തന്നെ നിങ്ങൾ അനുഭവിക്കണം ആ അറിവുകൊണ്ട്. ആ അറിവുണ്ടാവലാണ്. ആ അറിവുണ്ടാവലൊക്കെ വളരെ ക്ലേശമാണ്. വളരെ നിഷ്ഠകളോട്, വളരെ ചര്യകളോട്, വളരെ അനുഷ്ഠാനങ്ങളോട് കൂടിയാവുമ്പോഴേ മനസ്സിൻ്റെ നിഗ്രഹം ഉണ്ടാവുമ്പോഴേ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു എളുപ്പമില്ല. നമ്മൾ പറയും ഞാൻ വളരെ നിയന്ത്രിച്ചിട്ട് അവിടെ ഇരിക്കണേന്ന്. ഒന്നുമല്ല, നമ്മുടെ മനസ്സൊക്കെ ഓരോ ദിക്കിലും ഓടിക്കൊണ്ട് നടക്കുക. അതിനെ നിഗ്രഹിക്കാൻ വളരെ പ്രയാസം. അത് നിഗ്രഹിക്കാൻ സാധിച്ചാൽ അത് പ്രയത്നം കൊണ്ട് സാധിക്കും. നമുക്ക് പ്രയത്നം കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല, എല്ലാം. അതല്ലേ ശങ്കരാചാര്യ പറയണത്, ആത്മതത്വം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്ന് തോന്നും, പക്ഷേ നിങ്ങൾ പ്രയത്നിച്ചാൽ ഇതിനേക്കാൾ എളുപ്പമുള്ള വേറൊന്നുമില്ല എന്ന് മനസ്സിലാക്കും എന്നാണ്. അങ്ങനെ ആ ചൈതന്യം, അങ്ങനെ ജീവോ ബ്രഹ്മൈവ, ഇതാണ് ശങ്കരാചാര്യ പറഞ്ഞത്. അനേകം ഗ്രന്ഥങ്ങളെ കൊണ്ട് ഞാൻ എഴുതിയ വേദാന്ത തത്വം ഒരു ചെറിയ സൂത്രവാക്യത്തിൽ ഞാൻ പറയാം. ജീവോ ബ്രഹ്മൈവ നാപര. ജീവൻ തത്വമാണ്, ഏത്? ബ്രഹ്മം, പരമാത്മതത്വവും. ഈ തത്വജ്ഞാനമാണ് ഈ 4 മഹാവാക്യങ്ങളിൽ കൂടെ അവതരിപ്പിക്കുന്നത്. ഋഗ്വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിത്ര വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാവാക്യം എന്ന് കേൾക്കുമ്പോൾ വലിയ വാക്യം. ഒരു ഗൂഡ്സ് വണ്ടി പോയ പോലെ ഒരുപാട് പദങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് സമസ്തബദ്ധമായിട്ട്, അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ചെറിയ വാക്യമാണ് ഏറ്റവും വലിയ മഹാവാക്യം. അങ്ങനെയുള്ള ഈ 4 മഹാവാക്യങ്ങൾ, വേദത്തിലെ മഹാവാക്യങ്ങൾ നിങ്ങൾക്ക് തത്വജ്ഞാനത്തിനെ തരുന്നതാണ്. നിങ്ങൾ ലിമിറ്റഡ് അല്ല, നിങ്ങൾ അൺലിമിറ്റഡാണ്. നിങ്ങൾ മായ കൊണ്ടാണ് നിങ്ങൾക്ക് ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നത്. നിങ്ങൾ നിയന്ത്രിതനാണ്. ഞാൻ ഇന്ന പേരോട് കൂടിയ, ഇന്ന രൂപത്തോടു കൂടിയ, ഇത്ര പ്രായത്തിലുള്ള, ഇന്ന ആളുടെ മകനായിട്ടുള്ള, ഇന്ന ആളുടെ അച്ഛനായിട്ടുള്ള, ഇന്ന ആളുടെ സഹോദരനായിട്ടുള്ള, സഹോദരിയായിട്ടുള്ള, ഇതൊക്കെ വ്യവഹാരം മായ കൊണ്ടുണ്ടാവുന്നതാണ്. ഇതൊക്കെ നശിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല, ഇതൊക്കെ നശിക്കുന്നതാണ്. കാരണം നശിക്കുന്നതിനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നശിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മുടെ അന്വേഷണം.
അതിൽ നിന്നേ പരമമായ ആനന്ദം ഉണ്ടാവുള്ളൂ. ആ പരമമായ ആനന്ദം തത്വജ്ഞാനത്തിലൂടെ നമുക്കുണ്ടാകുന്നതാണ്. അതിന് പല വഴികളുണ്ട്. കർമ്മത്തിൻ്റെ വഴിയുണ്ട്, ജ്ഞാനത്തിൻ്റെ വഴിയുണ്ട്, ഭക്തിയുടെ വഴിയുണ്ട്. അതിൽ ഭാഗവതകാരൻ പറയുന്നത് ഭക്തിയാ വിമുച്യേൻ നരഹ എന്നാണ്. ഭക്തി കൊണ്ടാണ് ഒരു നരൻ മോചനത്തെ പ്രാപിക്കുന്നത്, മുക്തിയെ പ്രാപിക്കുന്നത്. മോചനം, മുക്തി, മോക്ഷം ഉണ്ടാവുന്നത്, തത്വജ്ഞാനം ഉണ്ടാവുന്നത് ഭക്തി കൊണ്ടാണ്. അതിന് ഉദാഹരണം ശുഗൻ, നാരദൻ മുതലായുള്ള ഒരുപാട് മഹർഷിമാരുണ്ട്. അവരൊക്കെ തത്വജ്ഞാനം ഉണ്ടായതിന് ശേഷവും പരമഭക്തന്മാരായിട്ട് തന്നെയാണ് ലോകത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത്. വിഭക്തി ഉണ്ടായതിനു ശേഷവും ഭക്തി തന്നെ അവരെ ആശ്രയിച്ചു. അത് മനസ്സിന് എന്നും സന്തോഷം ഉണ്ടാക്കുന്ന, ലൗകിക ജീവിതത്തിൽ നമ്മൾ എന്ത് തത്വജ്ഞാനം പറഞ്ഞാലും കുറച്ച് ഭക്തിയും കൂടി ഉണ്ടാവുമ്പോഴേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ആ മനസ്സമാധാനത്തിന് ഭക്തി അനിവാര്യമാണ് എന്നുള്ള തത്വം കൂടെ ഭാഗവതം ഉപദേശിച്ചിട്ടാണ് ലൗകിക ജീവിതം സമാധാനപൂർണ്ണമായിട്ട് സന്തോഷപ്രദമായിട്ട് തീരാൻ ഭക്തി വലിയൊരു ഉപകരണമാണ് എന്ന് പറയാൻ കൂടിയാണ് ഭാഗവതം രചിച്ചത്. തത്വജ്ഞാനമൊക്കെ പ്രതിപാദിക്കുമ്പോഴും ഭക്തിയുടെ ആ പ്രാധാന്യവും അതിനോടൊപ്പം നമുക്ക് വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങളെല്ലാവരെയും, എൻ്റെ ബന്ധുജനങ്ങളാണ് എല്ലാവരും, ഇങ്ങനെയുള്ളൊരു സദസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എത്രയോ യൂണിവേഴ്സിറ്റികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ പല യൂണിവേഴ്സിറ്റികളിലും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അതിൽ വേദാന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ഭക്തിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, പല സാഹിത്യ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, വേദാന്തം സംസാരിക്കാറുണ്ട്, മറ്റ് ദർശനങ്ങളെക്കുറിച്ച്. പക്ഷേ എനിക്ക് ഇന്നിവിടെ കിട്ടിയ ഒരു സുഖം, ഇത്ര അറ്റൻറ്റീവായിട്ട് ഇത്രയും ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിനെ, ഒരു അധ്യാപകൻ്റെ ഏറ്റവും ഗുണം സന്തോഷം, ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ എല്ലാവരും നല്ല ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അവരങ്ങനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, വീട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, സിനിമ കോട്ടയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ വിഷമം തോന്നും. കാരണം ഈ കുട്ടികൾ ശരിയായ വഴിയിലല്ലോ സഞ്ചരിക്കുന്നത് തോന്നും. പക്ഷേ ഭാഗ്യത്തിന് എല്ലാവരും വിജയെഴുത്തി വരെ വന്നു അവസാനമായപ്പോൾ. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒരുമിച്ച് അമ്മാത്ത് വന്ന് ചേനപ്പേരി ഭുജിച്ച് ചെണ്ട വിരവിൽ കൊട്ടിക്കളിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ചേനപ്പേരി ഇതാണ് ഇന്നത്തെ ഈ ഭാഗവത സദസ്സിലുണ്ടായിരിക്കുന്ന എൻ്റെ അനുജൻ, ഭാഗവത പ്രിയനായിരിക്കുന്ന ചന്ദ്രശേഖരൻ നടത്തുന്ന, ഞങ്ങൾക്ക് ചന്ദ്രനെ വിളിക്കാറുള്ളൂ. എല്ലാവരും ശേഖരൻ എന്ന് എൻ്റെ പേരിന് കൂടെ ഉണ്ടെന്ന് തന്നെ പലർക്കും അറിഞ്ഞുകൂടാ, ചന്ദ്രൻ്റെ അറിയുള്ളൂ. എന്തായാലും എൻ്റെ എങ്ങനെ മുരളി മാധവൻ എന്നൊന്നും പലർക്കും അറിയില്ല, മുരളി എന്ന് ഇവർക്ക് എല്ലാവരും പറയാറുള്ളൂ. അപ്പോൾ ഷോർട്ടായിട്ടുള്ള പേരിലേ അറിയുള്ളൂ. അങ്ങനെ ചന്ദ്രൻ്റെ സപ്താഹം അത് ഒരു അനുഭവമാണ്, സന്തോഷമാണ്. അതിൽ പങ്കെടുക്കാനും അതിൽ വന്ന് രണ്ട് വാക്ക് പറയാനും അവസരം തന്നതിന് പ്രത്യേകം നിങ്ങൾ വേണുവിനോടും, എൻ്റെ വേണുവൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറും പറയാറുമുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം ചെയ്യുന്ന ക്ലേശങ്ങൾ, ഈ ക്ഷേത്രത്തിൻ്റെ സമുച്ചയത്തിൻ്റെ, ക്ഷേത്രം എന്ന് മാത്രം ഞാൻ പറയാം, ക്ഷേത്ര സമുച്ചയം എന്ന് പറയണം, പല പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഈ ഞാനിവിടുത്തെ വിജയത്തെയൊക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ഈ പുതുമനയുടെ പഴയ കാലത്തുണ്ടായിരുന്ന ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങിയത്. ഇപ്പോൾ ഒരു 1.25 മണിക്കൂറിൽ മീതിയായി ഞാൻ സംസാരിക്കുന്നു. ഓണക്കാലത്ത് മറ്റേ പുതുമന ഇല്ലത്തെ തിരുവോണ കാലഴിച്ചൂട്ടിൻ്റെ കഥകളും വിജയത്തിക്കൊക്കെ നല്ല അറിയുന്നതാണ്. എന്നെക്കാളും സരസമായിട്ട് വിജയത്തി പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ആ കാലത്തെ വലിയ പണ്ഡിതന്മാരൊക്കെ വന്ന് അവരുടെ സാഹിത്യ ചർച്ചകളും, വടക്കേപ്പാട്ട് വാസുവേട്ടൻ, മറ്റേ വിദ്വാനേട്ടൻ, പുരുഷമാമൻ, എൻ്റെ അമ്മാമൻ പുരുഷോത്തമൻ എന്ന് പറയുന്ന അമ്മാമൻ, പിന്നെ എൻ്റെ അച്ഛൻ, ഇവരൊക്കെ കൂടിയ, പിന്നെ മംഗലത്ത് കൃഷ്ണേട്ടൻ, ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ്സുണ്ട്. എല്ലാവരും നല്ല പണ്ഡിതന്മാരും അറിയുന്ന ആളുകളുമാണ്. അങ്ങനെ ഒരു സമ്പന്നമായ ഒരു കൊഴുത്ത ഒരു നല്ല ഭൂതകാലം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഓർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങിയത്. അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായും വലിയ സന്തോഷത്തിൻ്റെ ഇതാണ്. ഗുരുവായൂരപ്പന് ഇതിനുള്ള എല്ലാ നന്ദിയും കൃതജ്ഞതയും പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനോട് എല്ലാം ഈ പറഞ്ഞതൊക്കെ ഭഗവാൻ തന്നെയാണ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള സപ്താഹങ്ങൾ, സത്സംഗങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാവണം. മനുഷ്യ സമൂഹം പൊതുവെ, നമ്മുടെ ഇനി വരുന്ന തലമുറകളൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർ മറന്ന് പലപ്പോഴും സഞ്ചരിക്കുന്ന രീതിയിലാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ
അറിയാവുന്നവർ ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും അവരുടെ ഇടയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. മാനവരാശി ജീവിതം ഒരു ദുർഘടവും സങ്കടവുമായിട്ട് മാറുന്ന രീതിയിലാവാൻ പാടില്ല. മനുഷ്യന് വിവേകം തന്നിട്ടുള്ളത് സദസദ്വിവേകം ഉണ്ടാവാനാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാനും നല്ലതിനെ ആശ്രയിക്കാനും ചീത്തയെ നമുക്ക് പരിത്യജിക്കാനും കഴിയണം. അതിന് നമ്മൾ ഇത്തരത്തിലുള്ള ഭാഗവത സത്സംഗങ്ങളൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.